അനുഗ്രഹീതമായ ഈ വചനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതിന് ഒരു ചരിത്ര വസ്തുത ഉദ്ധരിച്ചുകൊണ്ട് ആരംഭിക്കാം. 1947 ബൈബിൾ പഠന രംഗത്ത് സമൂലമായ മാറ്റങ്ങൾക്കും ഒട്ടേറെ വഴിത്തിരിവിനും കാരണമാകുന്ന ഒരു സംഭവം ഉണ്ടായി. ഗൗരവതരമായി ബൈബിൾ പഠിക്കുന്ന ഏതൊരാളെയും ജിജ്ഞാസഭരിതമായി ഈ വിഷയത്തെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം. അത് നടന്നതിവിടെയല്ല. നമ്മൾ ആ വർഷം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വർഷമാണ്. 1947 ചാവുകടലിന് പടിഞ്ഞാറേ തീരത്ത് ധാരാളം ഗുഹകൾ ഉള്ള ഒരു സ്ഥലമുണ്ട്. ഹസസോൻ താമാർ എന്നാണ് ഉൽപ്പത്തി പുസ്തകം ആ സ്ഥലത്തിന് ഇട്ടിട്ടുള്ള പേര്. പ്രവാചക കൃതികളിൽ വിശേഷിച്ച് ദൈവപുരുഷനായ എസെക്കിയേൽ ആത്മപകർച്ചയെപ്പറ്റി വിശദീകരിക്കുന്ന ഭാഗത്ത് 37-ാം അധ്യായത്തിൽ ഈ സ്ഥലത്തിൻ്റെ 2 അതിരുകൾ പറയുന്നുണ്ട്. ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയീം വരെ. ഏൻ ഗതിക്കും ഏൻ എഗ്ലയീമിനും നടുവിൽ അന്ന് ഹസസോൻ താമാർ എന്ന് പറഞ്ഞു വന്ന ദാവീദ് ശൗലിനെ ഭയന്നൊക്കെ ഒളിച്ചിരുന്ന ആ ഭൂപ്രദേശത്ത് കൂടി ഒരു ആട്ടിടയൻ ആടുകളെ മേയിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു ബെഡൂബിയൻ ആട്ടിടയൻ, ഒരു കാട്ടറബി അതുവഴി സഞ്ചരിക്കുകയാണ്. അയാളുടെ പേര് മുഹമ്മദ് അൽ ദിബ് എന്നായിരുന്നു. മുഹമ്മദ് ദ വൂൾഫ് എന്നർത്ഥം. അയാൾ ധാരാളം ആടുകളെ മേയിച്ചിങ്ങനെ പോകുന്ന വഴിക്ക് ഹസസോൻ താമാർ എന്നറിയപ്പെടുന്ന ഈ ഭൂപ്രദേശത്ത് കൂടി പോകുമ്പോൾ തൻ്റെ ഒരാട് നഷ്ടപ്പെട്ടു. വൈകുമ്പോൾ കണക്ക് കൊടുക്കണം, ആടുകളുടെ എണ്ണം പറയണം. ഒരാടിനെ കാണുന്നില്ല. അയാൾ ഈ ഗുഹാപരിസരങ്ങളിലൊക്കെ അലഞ്ഞു. ഇന്ന് ഈ ഗുഹാപരിസരങ്ങളെ അറിയുന്നത് കുമ്രാൻ എന്നൊരു പേരിലാണ്. കിർബത്ത് കുമ്രാൻ, വാടി കുമ്രാൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പഴയ പേര് പറഞ്ഞത്. ഹസസോൻ താമാർ ഉൽപ്പത്തിയിൽ കാണാം. ഈ കുമ്രാൻ ഗുഹാമുഖങ്ങളിലൂടെ യാത്ര ചെയ്ത മുഹമ്മദ് അൽ ദിബ് എന്ന ബാലൻ ഈ ഗുഹകളിൽ എവിടെയെങ്കിലും ആട് നഷ്ടപ്പെട്ടിരിക്കാം എന്ന ചിന്തയിൽ മിനുസമുള്ളൊരു കല്ല് കയ്യിൽ കിട്ടിയത് കൊണ്ട് അകത്തേക്ക് എറിഞ്ഞു. ആ കല്ല് ചെന്ന് പതിച്ച് ഇടത്ത് നിന്ന് മനോഹരമായ ഒരു മണിനാഥം അവൻ്റെ കാതുകളിൽ വന്നലച്ചു. ശബ്ദം കേട്ട ഇടത്തേക്ക് ആകാംക്ഷഭരിതനായി മുഹമ്മദ് അൽ ദിബ് പ്രവേശിച്ചു. അയാൾ അവിടെ ഒരു കാഴ്ച കണ്ടു. വലിയ ഒരു മൺഭരണി, ഏതാണ്ട് 6 അടി മുതൽ 8 അടി വരെ ഉയരം വരുന്ന നിരവധി മൺഭരണികൾ വേറെയും. എന്താണ് ഈ മൺഭരണിയിൽ? ഇതെങ്ങനെ ഇവിടെ എത്തി? ആകാംക്ഷ നിറഞ്ഞ മനോഭാവത്തോടെ അയാൾ ഈ മൺഭരണിയുടെ മൂടി എടുത്തു മാറ്റി. ആ മൺഭരണിയിൽ കല്ലുകൊണ്ട ശബ്ദമാണ് നമ്മൾ കേട്ട മണിനാഥം. അയാൾ ആകാംക്ഷയോടെ ആ ഭരണി ചിരിച്ചിട്ട് അതിൽ കൈയിട്ട് എന്താകുമെന്നറിയാൻ അതൊന്ന് പരിശോധിക്കാൻ പുറത്തെടുത്തു. തുകലിൽ എഴുതിയ കുറേ കുറിപ്പുകളാണ് ഉണ്ടായിരുന്നത്. മൃഗത്തിൻ്റെ തുകൽ. ഈ തുകലിൽ എഴുതിയ കുറിപ്പുകൾ കണ്ടിട്ടൊന്നും അയാൾക്ക് മനസ്സിലായില്ല. ഒന്നു മാത്രം മനസ്സിലായി, ഇത് മൃഗത്തിൻ്റെ തോലാണ്. നമ്മളിതിന് പാർച്ച്മെൻറ്റ്സ് എന്ന് പറയുക. ഈ പാർച്ച്മെൻറ്റ്സ് ഷീറ്റുകളെ അദ്ദേഹം വാരി പുറത്തിട്ട്
അത് തെരുവിൽ കൊണ്ട് വിറ്റു. തെരുവിലൊരു ചെരുപ്പ് കുത്തി അത് വില കൊടുത്തു വാങ്ങി. അതിൽ കത്രികയ്ക്ക് വേണ്ടി ബാഗ് തുന്നുവാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കവേ വളരെ അവിചാരിതമായി അതുവഴി സിറിയയിലെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോഷുവ സാമുവൽ എത്തി. അദ്ദേഹം ഈ കടയിൽ കയറി ബാഗ് വാങ്ങാനോ മറ്റോ കയറിയതാണ്. പക്ഷെ ഈ ചെരുപ്പ് കുത്തി വെട്ടിമുറിക്കുന്ന ആ തുകച്ചുരുൾ ബൈബിൾ രംഗത്ത് ഒത്തേറെ ഗവേഷണം ചെയ്തിട്ടുള്ള ജോഷുവ സാമുവലിനെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ, അത് വെട്ടിമുറിക്കാതെ ഇതെന്തിനാണിത്? അയാൾ പറഞ്ഞൊരു ബാഗ് തുന്നാനാണ്. ശരി, ആ ബാഗിൻ്റെ വില ഞാൻ തരാം, ആ തുകൽ ചുരുൾ എനിക്ക് തരൂ. അങ്ങനെ വില കൊടുത്ത് ആ തുകൽ ചുരുൾ അദ്ദേഹം വാങ്ങി. എന്തായിരുന്നു ഈ തുകൽ ചുരുളിൽ? അത് മറ്റൊന്നുമല്ല, വളരെ 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 പഴക്കമുള്ള ബൈബിളിൻ്റെ ഒരു കൈയെഴുത്തു പ്രതിയാണ്. ഈ കൈയെഴുത്ത് പ്രതി കൃത്യമായി പറഞ്ഞാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. അന്ന് അങ്ങനെയാണ് ഈ കൈയെഴുത്ത് പ്രതി എഴുതിയെടുക്കുന്ന പതിവാണ്. കൈയെഴുത്ത് പ്രതി എല്ലാവർക്കും എഴുതാൻ അധികാരമില്ലേ? നമ്മൾ ഇന്ന് ആധാരം എഴുതാൻ ലൈസൻസ് ഉള്ളതുപോലെ ഈ പുസ്തകത്തിൻ്റെ കോപ്പി എഴുതാൻ ഓതറൈസ്ഡ് പ്രൊഫൈലുള്ള നല്ല പണ്ഡിതന്മാർക്ക് മാത്രമേ അധികാരമുള്ളൂ. അവരെ ഒരു പേര് വിളിക്കുന്നുണ്ട് ബൈബിൾ, സ്ക്രൈബ്സ്, മലയാളത്തിൽ ശാസ്ത്രിമാർ. ഒരു ശാസ്ത്രി ഇതിൻ്റെ പ്രതി എഴുതിയെടുക്കാൻ പാലിക്കേണ്ട ചില നിയമങ്ങളും ഞാൻ അനുബന്ധമായി പറയാം. 17 പ്രബല നിബന്ധനകളെ പാലിച്ചു മാത്രമേ വിശുദ്ധ ബൈബിളിൻ്റെ ഒരു പ്രതി എഴുതാവൂ. എന്തൊക്കെയാണതെന്ന് ചിലത് മാത്രം പറയാം. പ്രത്യേകം വളർത്തിയ ആടിൻ്റെ തോലിലേ ഇത് എഴുതാവൂ. ആ ആടിനെ അതിനു വേണ്ടി വളർത്തണം. അതിന് നിർദ്ദിഷ്ട തരത്തിലെ ഭക്ഷണമേ കൊടുക്കാവൂ. ആടിനെ വളർത്തുന്നതിന് പോലും ക്രമമുണ്ട്. അതിൻ്റെ തോൽ മാത്രം. ഈ തോല് വെട്ടിയെടുത്ത് ആ തോലുകൾ ഏറെ നിരവധി പേപ്പർ ഷീറ്റുകൾ പോലെ ആക്കുമ്പോൾ ഒരു തരത്തിലും ഈ പേപ്പർ ഷീറ്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ തുകൽ ഷീറ്റുകൾ തമ്മിൽ വലിപ്പ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. പിന്നെ കൊണ്ട് നിയമം, ഇങ്ങനെ എഴുതാൻ തയ്യാറെടുക്കവേ കറുത്ത നിറമുള്ള മഷി കൊണ്ട് മാത്രമേ എഴുതാവൂ. അതും പ്രത്യേകം തയ്യാറാക്കിയ കറുത്ത മഷി കൊണ്ട് മാത്രം. എഴുതാനിരിക്കുന്ന ആള് വലത്തു നിന്ന് ഇടത്തോട്ടുള്ള ഹീബ്രു അക്ഷരങ്ങൾ പഴയ നിയമം എഴുതാനിരിക്കുമ്പോൾ നേരെ ഒരു ലൈനിൽ 30 അക്ഷരങ്ങളിൽ കൂടുതൽ വരരുത്. 30 അക്ഷരങ്ങൾ, 30 അക്ഷരങ്ങളിൽ താഴെ പോകാം, അതിൽ അധികരിച്ചു പോകരുത്. താഴേക്ക് എഴുതേണ്ടി വരുമ്പോൾ 13 അക്ഷരങ്ങളെ പാടുള്ളൂ. അപ്പം ഇത് അല്പം വീതി കുറയും എന്നൊരു ചിന്ത വേണ്ട. ഒരു പാരഗ്രാഫ് തിരിയേണ്ടി വന്നാൽ ആ പാരഗ്രാഫുകൾ തമ്മിൽ 13 അക്ഷരങ്ങളുടെ അകലം വേണം. നല്ല സ്പേസ് വേണം. അക്ഷരങ്ങൾ തമ്മിൽ മുട്ടി ഉരുമിക്കിടക്കാൻ പാടില്ല. ഒരു തലനാരിഴയുടെയെങ്കിലും അകലം വേണം. അക്ഷരം തൊട്ടുകിടക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ പേരെഴുതുമ്പോൾ അലോഹി, യാഹുവേ, അദോനായ് ഇത്യാദി പേരുകൾ എഴുതുമ്പോൾ എഴുതാൻ ഉപയോഗിച്ച പേനയും മഷിയും പുതുതാകാൻ പാടില്ല. വെർജിൻ പെന്നുകൊണ്ട് എഴുതരുത് ദൈവത്തിൻ്റെ പേര്. ദൈവത്തിൻ്റെ പേരെഴുതി കഴിഞ്ഞാൽ, എലോഹിം എന്നെഴുതി കഴിഞ്ഞാൽ, യാഹുവ എന്നെഴുതി കഴിഞ്ഞാൽ ഈ പേന നിരുപാധികം ഒടിച്ചു സൂക്ഷിക്കണം, ഒടിച്ചു മാറ്റിവെക്കണം. പിന്നെ അതുകൊണ്ട് മറ്റൊന്നും എഴുതരുത്. ഇനി ഇങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ അയാൾക്ക് മനപ്പാടം അറിയായിരിക്കാം ചില കാര്യം. ഉദാഹരണം, സങ്കീർത്തനം 91:1 അദ്ദേഹത്തിന് മനപ്പാടം അറിയാം. 90:1 അറിയാം നമ്മെപ്പോലെ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. മനപ്പാടം അറിയാം, പക്ഷേ മനസ്സിൽ നിന്ന് ഓർത്തെഴുതരുത്. ഒരു മാസ്റ്റർ കോപ്പി മുമ്പിൽ വെച്ചിട്ട് അതിൽ നോക്കിയേ എഴുതാവൂ.
ഇനിയാണ് ഏറ്റവും രസകരമായൊരു കാര്യം. പകർത്തി എഴുതുന്ന ശാസ്ത്രിയുടെ മുറിയിലേക്ക് രാജാവ് വന്നാൽ അഭിവാദ്യം പറയുകയോ അഭിവാദ്യം സ്വീകരിക്കുകയോ ചെയ്യരുത്. കാരണം അയാൾ മഹാരാജാവിൻ്റെ ജോലി ചെയ്യുകയാണ്. ഇത്ര വ്രതവും പക്വതയും പരിജ്ഞാനവും അനുഷ്ഠിച്ച് എഴുതിയ കൃതിയാണ് വിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് തിരുത്താനാവില്ല. 100 വേദികളിൽ ഇത് തിരുത്താനാവില്ല എന്നുള്ളതിൻ്റെ ചരിത്ര തെളിവുകൾ അവർക്ക് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കവേ ബൈബിൾ തിരുത്തി എന്നൊക്കെ പറയുന്ന ആളുകളുടെ നാവടഞ്ഞു പോകുന്നത് ഇത് വന്ന വഴിത്താരയുടെ ശ്രേഷ്ഠതയാണ്. ഇനി നമുക്ക് ചാവുകടലിൻ്റെ തീരത്തു നിന്ന് കിട്ടിയ കുമ്രാൻ ഗുഹാമുഖത്തെ ചുരുളുകളിലേക്ക് കടക്കണം. എന്താണത്? ഈ ചുരുളുകൾക്ക് പഠിതാക്കളൊരു പേരിട്ടു, കുമ്രാൻ ചുരുളുകൾ അഥവാ ചാവുകടൽ ചുരുളുകൾ, ദ ഡെഡ് സീ സ്ക്രോൾസ്. യോശുവ സാമുവേലും അദ്ദേഹത്തിനൊപ്പമുള്ള പഠിതാക്കളും ഇതെവിടെ നിന്ന് കിട്ടി എന്ന് അന്വേഷിച്ചൊരു യാത്രയായി. കുമ്രാനിലും പരിസരങ്ങളിലും അരിച്ചു പെറുക്കി പഠിച്ചു. കിട്ടിയ റിസൾട്ട് കേൾക്കണ്ടേ? വിശുദ്ധ ബൈബിളിൻ്റെ പഴയ നിയമത്തിൻ്റെ 39 പുസ്തകങ്ങളിൽ 38 പുസ്തകങ്ങളുടെയും കയ്യെഴുത്ത് പ്രതികൾ അവർക്ക് കിട്ടി. ഇതിനു മുമ്പും ധാരാളം കയ്യെഴുത്ത് പ്രതികൾ കിട്ടിയിട്ടുണ്ട്. അവയൊക്കെ ശേഖരിച്ചാണ് ഇന്നുള്ള ബൈബിൾ വന്നിട്ടുള്ളത്. എന്നാൽ എസ്തേർ ഒഴികെയുള്ള ബൈബിളിൻ്റെ 38 പുസ്തകങ്ങളുടെയും സമഗ്രമായ കയ്യെഴുത്ത് പ്രതി ഒറ്റ ഒരിടത്തുനിന്ന് കിട്ടുന്നത് കുമ്രാനിൽ നിന്നാണ്. ക്ഷമിക്കണം, ഞാൻ ഈ കുമ്രാൻ ചുരുള് നേരിട്ടൊന്ന് കണ്ടു ഒരിക്കൽ. വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു വെറുതെ അതിലൊന്ന് സ്പർശിക്കാൻ. നടക്കില്ല, ഗ്ലാസ്സൊക്കെ ഇട്ട് വച്ചിരിക്കുകയാണ്. നമ്മളൊരു മനുഷ്യനല്ല. അതുകൊണ്ട് വൈകാരികമായൊരാഗ്രഹം കൊണ്ട് ആ ഗൈഡിൻ്റെ ഒരിക്കൽ പറഞ്ഞു, നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം, എനിക്കിതൊന്ന് തൊടണം. ബാലിശമായ ചെറിയ ആഗ്രഹങ്ങൾ. അത് ഞാൻ പറഞ്ഞു, നോ സാർ, യു കനോട്ട് ടച്ച്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, ഇതൊക്കെ നോക്കാം, സ്പർശിക്കാം. എൻ്റെ വികാര പാരവശ്യത്തിൻ്റെ കാരണം ഈ പുസ്തകം സംരക്ഷിക്കാൻ ഒരു മനുഷ്യൻ്റെ ഈ സഹായം അവിടുത്തേക്ക് ആവശ്യമില്ല. പഴയ നിയമകാലത്തെഴുതി ഈ പുസ്തകം ഒരു എയർ കണ്ടീഷൻ റൂമിലിരിക്കും പോലെ സുരക്ഷിതത്വത്തോടെ കാലത്തിന് അപകരിക്കാതെ അങ്ങനെ സംരക്ഷിച്ചു വെച്ചവന്റെ സന്നിധിയിലാണ് ഇന്ന് വന്നതെങ്കിൽ 50 ആണ്ടുകൾക്ക് മുമ്പ് ഈ പുസ്തകം പ്രസംഗിക്കാൻ ഈ ദേശത്തേക്ക് നിരവധി കർത്തൃദാസന്മാരെ ദൈവം അങ്ങനെ അകച്ചെങ്കിൽ അവരുടെ പ്രസംഗമൊന്നും വൃഥാവല്ല. കാലമേറെ കഴിയും മുമ്പ് അതിന്റെ പ്രതിഫലനം കാണാൻ കഴിയത്തക്ക വിധം പുതുതലമുറകളെ നിയോഗിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഇതിനും ഒരു 100 വർഷത്തിന്റെ ജൂബിലി ഉണ്ടാകും കർത്താവിന്റെ വരവ് താമസിച്ചാൽ. നമ്മിൽ പലരും അന്നുണ്ടാവില്ല. ഭൂരിപക്ഷം പേരും ഭാരപ്പെടണ്ട. ഈ ഘട്ടത്തിൽ നല്ല ചൂടുള്ള സമയമാണല്ലോ. ഒരു മഴ പെയ്യാൻ നമ്മളൊക്കെ ആഗ്രഹിക്കും. ആ പുതുമഴ നനയാനും നമുക്കിഷ്ടമാണ്. മഴ പെയ്യുമ്പോഴൊക്കെ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം, ഈ മഴയൊന്നും പെട്ടെന്നുണ്ടായതല്ല. വർഷങ്ങൾക്കപ്പുറത്ത് കടൽ വെള്ളം ബാഷ്പീകരിച്ച് മുകളിൽ മേഘങ്ങളായി കെട്ടിക്കിടന്നു. ഒരു സമയമായപ്പോൾ ആ മേഘങ്ങളെ കാറ്റടിപ്പിച്ചടിപ്പിച്ചടിപ്പിച്ച് നമ്മുടെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് അത് മഴയായി പെയ്തു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രസംഗം, നിങ്ങളുടെ പ്രാർത്ഥന, നമ്മുടെ പാട്ട്, കർത്തൃദാസന്മാരുടെ അധ്യാനം അതൊക്കെ ഒരു മേഘമായി മുകളിൽ കിടപ്പുണ്ട്. നമുക്ക് വേണ്ടിയല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി പെയ്തിറങ്ങാൻ കോടാനുകോടി കരുത്തരായി അവർ ശക്തി പ്രാപിക്കാൻ ഞാനും നിങ്ങൾ ഉയർത്തിയ നസ്രായനായ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രചോദനം അവരിലൂടെ ഈ ശക്തിപ്പെടാൻ നമുക്ക് വിശ്വാസത്താൽ ഈ ജൂബിലി കൺവെൻഷനിൽ വിതയ്ക്കാം. ഒരു പുതുതലമുറ ഇതുവഴി വരും എന്ന പ്രതീക്ഷയോടെ പ്രിയരെ, നമ്മുടെ ചിന്തകൾ തുടരാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? ഞാനൊരു പരമ്പരാഗത പെന്തക്കോസ്തു താളബോധത്തിൽ പ്രസംഗിക്കാൻ അറിയാവുന്ന ആളല്ല. എനിക്കറിയാം, പക്ഷേ അത്ര പ്രാക്ടീസ് പോരാ. നമ്മൾ ഈ ശൗലിൻ്റെ പടച്ചിട്ട് നമ്മളിട്ടാൽ ദാവീദിന് യുദ്ധം വിജയിക്കില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സ്തോത്രം പറയാനും ഒക്കെ സ്വാഗതം.
പക്ഷേ അത് ഉപദേശി ഒന്ന് പറഞ്ഞിട്ടാകട്ടെ എന്ന് കരുതിയാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം സ്തോത്രം പറയേണ്ടി വരില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു മനുഷ്യനോടും സ്തോത്രം പറഞ്ഞു പറയിപ്പിച്ചിട്ടില്ല. അത് പറയുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ. അങ്ങനെ പറയണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ആ സമയമാകുമ്പോൾ അത് വിട്ടു. അപ്പം അതിൻ്റെ ആ കണക്ഷൻ കിട്ടാതെ വരും. മാത്രമല്ല നമുക്ക് സ്വന്തം ചെലവിൽ കർത്താവിനെ ആരാധിക്കണം. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടുത്തൊരു ചിന്തയിലൂടെ ഒന്ന് പോകാം. ഈ മുഹമ്മദ് അൽദിബ് പരിചയപ്പെടുത്തിയ സ്ഥലം മുഴുവൻ ബൈബിൾ ഗവേഷകർ അരച്ച് കലക്കി പഠിച്ചു, സൂക്ഷ്മാംശങ്ങളിൽ അധ്വാനിച്ചു, ഗഹനമായി പഠിച്ചു. പിന്നെ എന്തു പറ്റിയെന്ന് അറിയണ്ടേ? ഇവർക്ക് ഈ പഠനങ്ങളിലൂടെ ചില പുതിയ അറിവുകൾ കൈവന്നു. എന്താണെന്നറിയാം? അവരെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇവിടെ മനുഷ്യവാസത്തിന് പറ്റിയ സ്ഥലമല്ല. ഒന്നാമത് അടുത്തുള്ളത് ചാവുകടലാണ്. ആ വെള്ളം കുടിക്കാനാവില്ല. മനുഷ്യൻ വസിക്കുന്നിടത്ത് വെള്ളം വേണം, അത് പ്രധാനമാണ്. ചാവുകടലാണ് തൊട്ടടുത്തുള്ളത്. ആ വെള്ളം കുളിക്കാനാവില്ല, കുടിക്കാനാവില്ല. അതിൻ്റെ തീരത്ത് ഈ മനുഷ്യരെന്തിനാ പാർക്കുന്നത്? ആരായിരിക്കാം അവിടെ പാർത്തത്? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ഈ ബോക്സ് വെക്കുന്ന കണ്ടിട്ടില്ലെങ്കിൽ മാത്രം അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് നോക്കിക്കോ. ബ്രദറെ, അവർ കാണത്തക്ക വിധത്തിൽ അത് ചെയ്തേ. ആ കൈകളൊക്കെ അണ്ടിങ്ങനാത് മനസ്സിലായോ? ഇല്ല, കണ്ടു പഠിച്ചോണം എല്ലാവരും. അത് കണ്ടിട്ടില്ലാത്തവർ ഇതിങ്ങനെ. ഓക്കെ, ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്കൊന്നും എതിരല്ല, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അതൊക്കെ നോക്കണം, കണ്ടിട്ടില്ലാത്തവരത് മനസ്സിലാക്കണം. അവരെ അങ്ങനെ ക്യാമറ തന്നെ ഇങ്ങനെ അവർ കഴിയുന്നത് കണ്ടല്ലോ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇതും കണ്ടല്ലോ, ഇങ്ങനെയാണത് ഓപ്പൺ ചെയ്യുന്നത്. മനസ്സിലായല്ലോ കറക്റ്റായിട്ട്? ഇനി തെറ്റിക്കല്ല്, അതും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഈ ചാവുകളെ തീരത്ത് ഈ കണ്ട സംഭവങ്ങൾ ഒക്കെ പഠിച്ചു വന്ന ആളുകളെ അമ്പരപ്പിച്ചു. ഇവിടെ ആരോ താമസിച്ചിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ നേരാ പുരാവസ്തു ഗവേഷകരെ കൊണ്ടുവന്നു. ബൈബിളുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾക്ക് ലോകത്ത് ഏറ്റവും അധികം മനുഷ്യൻ സമയം ചിലവഴിച്ചത്. അവിടെ കുഴി ചുൽക്കനം ചെയ്ത് പഠിച്ചപ്പോൾ അവർ ചില കാഴ്ചകൾ കണ്ടു. ഒന്ന്, ശരീരവിശുദ്ധി സൂക്ഷിച്ച, പരിസര വിശുദ്ധി സൂക്ഷിച്ച, ജീവിത ശുദ്ധി സൂക്ഷിച്ച ഒരുപറ്റം മനുഷ്യരിവിടെ പാർത്തു. അതെങ്ങനെ കണ്ടുപിടിച്ചെന്നറിയണ്ടേ? മലിനജലം പോയി ഒഴുകിക്കിടക്കാൻ 1.5 കിലോമീറ്റർ ദൂരത്തിലൊരു കുഴി, മനുഷ്യനൊന്നും ഇല്ലാത്തടത്ത് ഡ്രെയിനേജ് മനോഹരമായി പണിതിരിക്കുക. അതിൻ്റെ ചാലുകളൊക്കെ വൃത്തിക്ക് പണിതിരിക്കുക. അങ്ങനെ ദൂരങ്ങളിൽ മലിനജലം കൊണ്ടൊഴുക്കി മനുഷ്യവാസവുമായി ബന്ധമില്ലാത്ത ഇടത്തതിനെ സംസ്കരിക്കണമെന്ന് തോന്നുന്ന അന്നത്തെ മനുഷ്യൻ്റെ അറിവിനെ അവർ അമ്പരത്തോടെ കണ്ടു. വളർത്തുമൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടുന്നു, ജൈവാവശിഷ്ടങ്ങൾ, തോലും എല്ലുമൊക്കെ കിട്ടുന്നു. ഒരു കാര്യം പഠിച്ചു, ഇവർ തന്നെ ഇണക്കി വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നുള്ള പാലുൽപ്പന്നങ്ങൾ അവർ സ്വീകരിച്ചത്. വീണ്ടും പഠിച്ചപ്പോൾ ഇവരുപയോഗിച്ച പലതരം വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കിട്ടി. അങ്ങനെ ഗുഹകളിലൊക്കെ പരിശോധിച്ചപ്പോൾ ധാരാളം പ്രാർത്ഥന പുസ്തകങ്ങൾ, പാട്ടുപുസ്തകങ്ങൾ. ആരായിരിക്കും അവിടെ പാർത്തത്? നൂതനങ്ങളായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കൊരു കാര്യം പിടികിട്ടി. യെരുസലേം എന്ന മഹാനഗരം, തൊട്ടടുത്തുള്ള വേദലഹേ, അങ്ങകലെയുള്ള ഗലീലിയ, ഇവിടെയൊക്കെയുള്ള മനുഷ്യര് പാപമംഗലമായ ജീവിതം നയിച്ചു പോയപ്പോ, പാപവും മ്ലേച്ഛതയും നിറഞ്ഞ ആ ജീവിതത്തിലൂടെ ഞങ്ങൾ കടന്നുപോയാൽ ഞങ്ങളുടെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടും എന്ന് കരുതി ഈ കാട് കയറി പാർത്ത ഒരുപറ്റം സാധുക്കൾ. അവർക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ല. പക്ഷെ പുറം ലോകത്തെ മനുഷ്യരൊക്കെ ഇടയ്ക്ക് വരെ കാണും. അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. ഇവര് ഭൗതിക ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ വെടിഞ്ഞ് ഏകാന്തമായ പ്രാർത്ഥനയിൽ ഒരു മശിഹ വരും, അവൻ ഞങ്ങളെ രക്ഷിക്കും, അവിടുത്തെ സാന്നിധ്യം കാത്തിങ്ങനെ കഴിയവേ ആ മശിഹയെ കാണാനുള്ള യോഗ്യത വിശുദ്ധിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിത വിശുദ്ധിയുടെ ഒരു പ്രത്യേക അനുഭവത്തിൽ പട്ടണവുമായി ഇടകലർന്ന് ജീവിക്കാതെ, ലോകമയത്വം വന്നു ഭവിക്കാതെ ഞങ്ങൾക്കൊന്ന് മാറണം, മാറിപ്പാർത്ത ഈ മനുഷ്യര് ലളിത ജീവിതം നയിച്ച്, ആ ലളിത ജീവിതം നയിച്ചവരുടെ ഭക്ഷണ രീതിയും ഒക്കെ ചില കുറിപ്പുകൾ ഇന്ന് അവർ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ജോഷുവ സാമുവലോട് പറഞ്ഞു, സാർ യുറീക്ക, ഈ പദം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തത്? ഞാൻ കണ്ടെത്തി. സാർ ചോദിച്ചു, താൻ എന്താ കണ്ടെത്തിയേ? അദ്ദേഹം പറഞ്ഞു, സാർ
ഇവിടെ പാർത്ത മനുഷ്യരെ അവരുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ ഇനി നമ്മൾ ഗവേഷണം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആ ഗവേഷണത്തിന് പ്രചോദനം പകരുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തി. ആരാണയാൾ? പറഞ്ഞു, യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. അവൻ വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്നു. നമ്മൾ അറിയുന്ന വെട്ടുക്കിളിയൊന്നുമല്ല, അത് പറയാൻ ഒത്തിരി നേരം എടുക്കുന്നുണ്ട്, വിടുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട് ഉപജീവനം കഴിച്ച് മൃഗത്തിൻ്റെ തോൽ ധരിച്ച് അങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ ഈ യോർദാന്റെ തീരത്തുണ്ടായിരുന്നു എന്നൊരു പഠനം ഇദ്ദേഹത്തെ ജ്വലിപ്പിച്ചപ്പോൾ പതുക്കെ പതുക്കെ കാര്യങ്ങൾ ഗ്രഹിച്ചു. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത കുറേ മനുഷ്യരെ അവരുടെ അരികിൽ വന്ന് പഠിക്കാൻ കുറേ സാധുക്കൾ. അച്ഛൻ ഓർപ്പിച്ചോലെ ഈ സായാഹ്ന ക്ലാസ്സൊക്കെ വച്ചാൽ കുറേ ആളുകൾ പഠിക്കാൻ വരും. ഞങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കുറേ മനുഷ്യർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർ പണിയും ജോലി തിരക്കിലൊക്കെ വന്നിരുന്ന പഠിക്കുന്നത് കഠിനാധ്വാനികളാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് വലിയൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പഠിച്ചേ പറ്റൂ. സാഹചര്യം അവർക്കൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ കുറേ തെളിവുകൾ ഇന്നിവിടെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് യോഹന്നാനിലേക്ക് പോകാൻ തോന്നിയത്. ഇവിടെ ഒരുപറ്റം മനുഷ്യർ വന്നിരുന്ന് പഠിച്ചു. ആ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, പേര് അന്ത്രയോസ്. ഈ ക്ലാസ്സിൽ പഠിച്ച ആളാണ്, എന്നും സ്നാപകൻ. ഇങ്ങനെ ഈ ഒരാൾ വരുമെന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഈ കുട്ടികളൊക്കെ ചോദിക്കും, സാർ, ഗുരു, ആ വ്യക്തിയെ കാണാനുള്ള യോഗ്യത എന്താ? ആ വ്യക്തി എങ്ങനെ തിരിച്ചറിയാം? ഉടനെ പറഞ്ഞു, ഒരു തീവ്രമായ വിശുദ്ധിയുടെ വഴിയിലൂടെ നമുക്ക് അദ്ദേഹത്തെ പ്രാപിക്കാൻ പറ്റൂ. വിശുദ്ധിയാണ് അതിൻ്റെ അടിസ്ഥാനം. ഓരോന്നും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ യോഹന്നാന്റെ പഠനം മുഴുവൻ അതിൻ്റെ ക്ലൈമാക്സിൽ തകിടം മറിയുന്നൊരു കാഴ്ച കണ്ടാൽ, കർത്താവിനെ കണ്ടെത്താൻ, ആ സാന്നിധ്യം അറിയാൻ വേണ്ടതെന്താ? വിശുദ്ധിയാണ്. പക്ഷെ കർത്താവ് വിളിച്ചു, വിശുദ്ധി അല്ലെന്ന് എന്നെ കണ്ടെത്താൻ വേണ്ട പ്രഥമ യോഗ്യത കൃപയാണ്. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം ലോകത്തിൽ വന്നു. ന്യായപ്രമാണം മോശമുഖാന്തരം വന്നപ്പോൾ കൃപ വന്ന ആ പ്രമാണം വന്ന വഴി യേശുവാണ്. കാരണം അശുദ്ധരായ നമുക്ക് കൃപയോടുകൂടി മാത്രമേ യേശുവിനെ സമീപിക്കാൻ സാധിക്കൂ. കൃപയാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇവിടെ വന്നതിൻ്റെ മാനദണ്ഡം. ആ കൃപ നമ്മെ വിശുദ്ധിയിലേക്കാണ് നയിക്കുന്നത്. കൃപയാണ് അതിൻ്റെ പ്രഥമ പാഠം. 50 ആണ്ടുകൾ നമ്മെ നിലനിർത്തിയത് കൃപയാണ്. ജീവിതത്തിൻ്റെ സകല അഭിവൃദ്ധിയുടെയും ആധാരം കൃപയാണ്. ഞാൻ പ്രാപിച്ചത്, അറിഞ്ഞത്, അനുഭവിച്ചത്, അതിൻ്റെ മുഴുവൻ കണക്ക് ഒറ്റ വാക്കിൽ സംക്ഷേപിക്കാം: കൃപ, കൃപ, കൃപ. ആ പദത്തിന് വില കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. ആ പദമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക. അതുകൊണ്ട് കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി തന്നവൻ യേശുവാണ്. യേശുവാണ് നമ്മുടെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം. അത് യോഹന്നാൻ താമസിച്ചറിഞ്ഞു. അങ്ങനെ ഇരിക്കെ യോഹന്നാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ എന്നെ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. യോഹന്നാൻ പറയാ, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അത് എന്നിലും ബലവാനാണ്, എന്നിലും ശ്രേഷ്ഠനാണ്. സ്തോത്രം. നമ്മൾ എബ്രാം ജോർച്ചാൻ പറയാണ്, ഇതിനേക്കാളൊക്കെ അധികാരമുള്ള കരുത്തനായ ഒരാൾ അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനറൽ എക്സിക്യൂട്ടീവിലെ ആളുകളെയാണ്. സ്വാഭാവിക, അതേ പ്രതീക്ഷിക്കുള്ളൂ. അങ്ങനെയാണ്, അതാണ് എൻ്റെ രീതി. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇവരുടെ മനസ്സിലെ പ്രതീക്ഷിച്ച സ്നാപകനേക്കാൾ വേറിട്ട് മനുഷ്യരിൽ നിന്നും മാറി നിൽക്കുന്ന, സ്നാപകൻ കഴിച്ച പോലുള്ള ഭക്ഷണം കഴിക്കുന്ന, അല്ലെങ്കിൽ അതിലും വേറിട്ട വേർപാട് സൂക്ഷിക്കുന്ന കുറേ മനുഷ്യർ. ഈ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചില മനുഷ്യരുടെ, ചില കുട്ടികളുടെ തന്നെ, ചില ചർച്ചകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒരു വല്ലാത്ത വിശുദ്ധിബോധം വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നവരുണ്ട്. എൻ്റെ അരികിൽ ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞു, പഠിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞു, സാർ, എനിക്കൊരു ദൈവികമായ നിയോഗം ഉണ്ടായി. എന്ന വിഷയം? ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല, അത് നമ്മുടെ വിശുദ്ധിക്ക് ചേർന്നല്ല. പേസ്റ്റ് ഇട്ട് പല്ല് തേക്കരുത്, പൗഡർ ഇടരുത്. ഞാൻ പറഞ്ഞത് ഭയങ്കര വെളിപ്പാടാണല്ലോ, നീ അത് പാലിക്കണം. പക്ഷെ ഒരു കാര്യം, നിന്നെപ്പോലെ കൃപയില്ലാത്ത ഞങ്ങളെപ്പോലെ കുറേ പാവങ്ങളുണ്ട്. നീ അവിടെ ഈ പല്ല് തേക്കാതെ ചെരുപ്പിടാതൊന്നും വരരുത്, പാവങ്ങളിവിടെ ജീവിച്ചോട്ടെ. ചിലരങ്ങനെയാണ് ഈ സ്വന്തം കാഴ്ചപ്പാടിൻ്റെ വിശുദ്ധിയുടെ തീവ്രതയിൽ അവർ പൊട്ടിപ്പോകുന്നു. ഈ വിശുദ്ധി കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കുറേ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്.
സൂക്ഷ്മാംശങ്ങളിൽ പഠിച്ചാൽ മനസ്സിലാകും അവരൊരു പരാജയമാണ്. ഞാനിത് മനസ്സിലാക്കുന്നത്, ഞാൻ പല മനുഷ്യരോട് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം സഹോദരന്മാരോട്, ഹിന്ദു സഹോദരന്മാരോട്, രാഹുലീശ്വരോടൊക്കെ നല്ല സൗഹൃദമാണ്. കഴിഞ്ഞൊരു ഡിബേറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിഞ്ഞാണ് ഒരു മുസ്ലിം സഹോദരനോട്ട് പിഴിഞ്ഞ നല്ല സൗഹൃദം, ഫോട്ടോ ഒക്കെ എടുത്ത്. ജീവിതത്തിൽ ചെറിയ വിയോജിപ്പ് പോലും സഹിക്കാൻ വയ്യാത്ത മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഇടപെട്ട മനുഷ്യരിൽ സഹിക്കാൻ ഏറ്റവും പ്രയാസം ഈ ക്രിസ്തു നിമിത്തം സകലതും വിറ്റും വിട്ടു ഇറങ്ങുന്ന കക്ഷികളുണ്ടല്ലോ, വയ്യോളം കയ്യിൽ ഉടുപ്പുമൊക്കെ ഇട്ട്. മനസ്സിലായി? ഒന്ന് പറഞ്ഞടുത്തതിന് ക്ഷുഭിതരാകും. ഇതുവരെ പറഞ്ഞ സകല കാര്യങ്ങളെക്കാൾ വൾഗർ ഭാഷയിൽ സംസാരിക്കും. വിശുദ്ധി കാരണം നമുക്ക് അടുക്കാൻ വയ്യ. എൻ്റെ ഒരു അനുഭവം, ഏറ്റവും മോശം വാക്കുകൾ എൻ്റെ ഇൻബോക്സിലൊക്കെ തന്നിട്ടുണ്ട്. ഇത്തരം ആളുകൾ വളരെ മോശം പദങ്ങൾ. ഇതൊരു തരം ഹിപ്പോക്രസി. ഞാനത് വിശരിച്ച് ആരെയും ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് ഈ പറഞ്ഞത്? ഇവർ പ്രതീക്ഷിച്ചിരുന്നത് ഇത്തരമൊരു വിശുദ്ധനെ, പ്രകൃതി കൊണ്ട് ജീവിതശൈലി കൊണ്ടൊരു വിശുദ്ധനെ പ്രതീക്ഷിച്ചിരിക്കെ യേശു കർത്താവല്ലേ വരുന്നു. ചുങ്കക്കാരൻ്റെ തോളിൽ കൈയിട്ട് പാവിയോട് സംസാരിച്ച്, സഹോദരിമാരെ കണ്ട കുഞ്ഞേന്ന് വിളിച്ച്, കൊച്ചുകുട്ടികളുടെ തോളിൽ കൈയിട്ട് കുട്ടികളുമായി കൂട്ടുകൂടി ജനങ്ങളിൽ നിന്ന് അകലാത്ത ജനകീയനായ ജനങ്ങളുടെ ഇടയിൽ വസിച്ച ഒരുവൻ ഇതുവഴി നടന്നു വരുമ്പോൾ സ്നാപകന്റെ ഉള്ളത്തിലൂടെ ഒരു മിന്നൽ പിണര്. ആരും കാണാത്തൊരു കാഴ്ച സ്നാപകൻ മാത്രം കണ്ടു. സ്നാപകന് മാത്രം തിരിച്ചറിയാൻ പറ്റി. ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു വരുന്നവനെ കണ്ടിട്ട് ശാസ്ത്രിക്ക് കാണാൻ കഴിയാത്ത, പരീശന് കാണാൻ കഴിയാത്ത, സദൂക്കിന് കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയ്ക്ക് വേണ്ടി സ്നാപകന്റെ അകക്കണ്ണുകൾ ഒന്ന് തുറന്നു. അവന്റെ ഹൃദയം ഒന്ന് തുടിച്ചു. ആ സ്ഥിരാനരമ്പുകളിലൂടെ ഉണർവിന്റെ മിന്നൽപ്പിണര് ആഞ്ഞു പാഞ്ഞു പോയപ്പോൾ അവൻ വിളിച്ചു പറയാ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, കാലമേ കാത്തിരുന്ന വീണ്ടെടുപ്പുകാരൻ, ആ യുഗപുരുഷൻ ഇതാ ഇതുവഴി വരുന്നു. ഇന്ന് രാത്രി അവനെ ഉലകത്തിന് മുമ്പിൽ കർത്താവും രക്ഷിതാവുമായി ഒരേ സ്വരത്തിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, അവനത്രേ രക്ഷകൻ, അവനത്രേ വീണ്ടെടുപ്പുകാരൻ, അവന് തുല്യനായി ഒരുവനുമില്ല, അവൻ മാത്രം രക്ഷകൻ, അവനിലൂടെ മാത്രം രക്ഷ, അവൻ തന്നെ ജീവൻ, വഴിയും സത്യവും ആത്യന്തികനായ ആ യുഗപുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാം, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഉയർത്തുവാൻ സ്നാപകൻ ആ വാക്ക് പ്രയോഗിച്ചപ്പോൾ എൻ്റെ സന്തോഷം എന്തെന്നറിയണ്ടേ? സ്നാപകന് ഈ സാധാരണക്കാരനായ തച്ചൻ്റെ മകനെ കണ്ടപ്പോൾ ഇത് ലോകത്തിൻ്റെ മുഴുവൻ പാപം ചുമക്കുന്ന വ്യക്തിയാണെന്ന് കാണാൻ കഴിഞ്ഞെങ്ങനാ? അതിൻ്റെ പേരാ വെളിപ്പാട്. പഠിച്ചാലൊന്നും അവനെ മനസ്സിലാവില്ല, എത്ര അധ്വാനിച്ചാലും അവനെ മനസ്സിലാവില്ല. ഒരു ഗവേഷകനും പിടിതരാത്ത, ഒരു ചിത്രകാരനും പിടികൊടുക്കാത്ത അതുല്യ വ്യക്തിപ്രഭാവത്തെ കണ്ടറിഞ്ഞ് ആസ്വദിച്ച് നമുക്ക് പറയാം, നീയാണ് എൻ്റെ രക്ഷകൻ, ഞാനത് തിരിച്ചറിയുന്നു. നിന്റെ ഉണ്മയാണ് എൻ്റെ ചൈതന്യം, നിന്റെ സാന്നിധ്യമാണ് എൻ്റെ ബലം, നിന്റെ രക്തമാണ് എൻ്റെ വീണ്ടെടുപ്പ്. അതെ, തിരിച്ചറിഞ്ഞവരാ നമ്മൾ. അല്ല, അഹന്തയല്ല, അഭിമാനം. ഇത് കേട്ടപാടെ ഈ നമ്മുടെ അന്ത്രയോസ് ആ കൂടങ്ങ് കൂടി. അന്ത്രയോസ് അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഗുരു നീ എവിടെ പാർക്കുന്നു? കർത്താവ് പറഞ്ഞു, വന്ന് കാൺമീൻ. അതൊരു വിളിയായിരുന്നു. മനുഷ്യരാശിയുടെ ഭാവിയുടെ ഭാഗതയെ മുഴുവൻ തിരുത്തിക്കുറിക്കുന്ന ഒരു വിളി. വന്ന് കാണാൻ വിളിച്ചിട്ട് നമ്മളും ആ വാക്ക് കിട്ടുക. വന്ന് കണ്ടിട്ട് അവനെക്കുറിച്ച് വിവരിച്ചിട്ട് മതി വരുന്നില്ല, അവനെക്കുറിച്ച് പാടിയിട്ട് മതി വരുന്നില്ല, അവനെ സ്വീകരിച്ചിട്ട് മതി വരുന്നില്ല. 1000 നാവ് പോരാ, ഹൃദയം പോരാ, വന്ന് കണ്ടിട്ട് മതിവരാ തങ്ങേ ഒരു ദിവസം ഞങ്ങൾ കാണാൻ അനന്തകോടി തേജസ്സിൽ അവിടെ എത്തുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ ഈ വാക്കിന്റെ ഈ ആഹ്വാനത്തിന് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം പറിച്ചു പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുവിൻ. നമ്മൾ ഈ കാഴ്ച കണ്ടിട്ട് ഉലകത്തോട് വിളിച്ചു പറയാ, വാ. ബൈബിൾ തീരുന്നങ്ങനെ വരികയെന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നത് ഞാൻ കേട്ടു. 50 വർഷം നമ്മൾ കേൾപ്പിച്ച സന്ദേശ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ കണ്ട ഒരു വിശുദ്ധീബോധം നമ്മൾ കണ്ടു. നല്ലതാണ് ആ വിശുദ്ധി. പക്ഷെ ഞാൻ
ഒരു നിസാരമായി മനസ്സിലാകുന്ന ചോദ്യം കൊണ്ട് തുടങ്ങാം. പകൽ മുഴുവൻ ഒരു ഓഫീസിൽ ജോലിയെടുത്ത ഒരാൾ, ഒരു ടീച്ചർ, നല്ലൊരു കഠിനാധ്വാനമാണ് ടീച്ചറുടെ. നിങ്ങൾ കണ്ടാൽ വലിയ ജോലിയല്ല, നല്ല ഷർട്ടും മുണ്ടും അല്ലേ സാരിയും ഒക്കെ ധരിച്ച് സുന്ദരിയായിട്ട് സുമുഖിയായിട്ട് ടീച്ചറോട് നിൽക്കുന്ന കഠിനാധ്വാനമാണ്. വിശേഷിച്ച് LP സ്കൂളാണെങ്കിൽ പറയണ്ട. കാരണം 1-2 കുട്ടിയെ കൊണ്ടു നടക്കുന്ന നമ്മുടെ അവസ്ഥയെ നോർത്ത് അപ്പോഴാണ് ഈ 50 പേരെ നിലയ്ക്ക് നിർത്തുന്ന ടീച്ചർ ആനപ്പാപ്പനേക്കാൾ കഷ്ടമായിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു ടീച്ചർ ഇവിടെ ഉണ്ടല്ലേ, ടീച്ചർക്ക് ഈ യോഗം ഒന്ന് കൂടണം. ഈ പകലത്തെ അധ്വാന ശേഷം ഒരു ആഗ്രഹം ഉണ്ടൊന്ന് കുളിച്ചിട്ട് വരണം. പക്ഷെ കുളിക്കാൻ പറ്റില്ല, യോഗത്തിൽ കൂടുകയും വേണം. ടീച്ചർ ഇവിടേക്ക് കയറി. ആ ടീച്ചർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അശുദ്ധിയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ, ഇവിടെ കർത്തൃവേഷം ഉണ്ടെങ്കിൽ അത് കൈക്കൊള്ളാനും ടീച്ചർക്ക് അതൊരു അയോഗ്യതയല്ല. ആണോ? അല്ല. ഇനി കുളിച്ച് സുന്ദരനായി സുമുഖനായ ഒരുവൻ പെർഫ്യൂമൊക്കെ അടിച്ച് യോഗം കൂടാൻ വന്നാൽ അതൊരു പ്രത്യേക വിശുദ്ധിയല്ല. നല്ലതാണ് കേട്ടോ. ക്രൈസ്തവർ ആ ലോകത്തിന് ഈ സംഭാവനയൊക്കെ നൽകിയത്. അത് വേറൊരു കാര്യം. ശുചിത്വ ബോധം ലോകത്തിന് തന്നെ കൊടുത്തൊരു മാർഗമായത്. അങ്ങനെയാ. അതിന് ക്രിസ്ത്യൻ രാജ്യങ്ങളെ നോക്കിയാൽ മതി. ലോകം കണ്ടുപിടിച്ചതെല്ലാം ക്രൈസ്തവൻ ലോകത്തിന് കൊടുത്ത സംഭാവനകളാണ്. അതെൻ്റെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ വിടുന്നു. എന്താ ക്രിസ്ത്യ വിശുദ്ധി? അത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ചുരുക്കി പറഞ്ഞാൽ ഈ വിശുദ്ധീബോധം ഇവരെ ഉള്ളിൽ ഇങ്ങനെ വരികവേ സമാന ചിന്താഗതിയുള്ള മറ്റൊരു സമൂഹത്തെ പരിചയപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഈ കുമ്രാൻ കമ്മ്യൂണിറ്റി ശീലിച്ചു പോകുന്ന വിശുദ്ധി, ആ ബോധം, അല്ലെ പഴയ നിയമം പറയുന്ന ലേവ്യ പുസ്തകത്തിലെ വിശുദ്ധീബോധം സൂക്ഷിക്കുന്ന ഈ ആളുകൾ മറ്റു ചിലരെ പരിചയപ്പെട്ടു. അത് ഗ്രീക്കുകാരുടെ ഇടയിലെ ഒരു വിഭാഗം ആളുകളായി. ഇവരെ നോസ്റ്റിക്കുകൾ എന്ന് വിളിക്കുക, ജ്ഞാനമതക്കാർ. അവർ വിശുദ്ധിയെപ്പറ്റി പഠിപ്പിച്ച് ഒരു എക്സ്ട്രീമിലേക്ക് പോയി. എപ്പോഴും ഓർക്കണം, ഏതൊരു കാര്യത്തിൻ്റെയും എക്സ്ട്രീമിലേക്ക് പോകുന്നവർ അപകടകാരികളാണ്. മനസ്സിലായില്ലേ? എക്സ്ട്രീം വിശുദ്ധി പറയുന്ന ഏതിൻ്റെയും ഒരു എക്സ്ട്രീമിസ്റ്റുകളുണ്ടല്ലോ, ചിലപ്പോൾ അപകടമാണ്. ഇവരും അപകടത്തിലേക്ക് പോയി. മറ്റൊന്നുമല്ല, അവരിൽ ചിലർ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടിട്ടേ അവർ യേശുവിന് ചില വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. എന്തായിരുന്നു വ്യാഖ്യാനം എന്നറിയണ്ടേ? ഒരു നല്ല ദൈവത്തിന്, സർവശക്തന്, സർവവ്യാപിക്ക്, ഒരു പരിശുദ്ധന് ജഡശരീരമെടുക്കാൻ കഴിയില്ല. കാരണം ദ ബോഡി ഈസ് ഈവിൾ, ദ ബോഡി ഇറ്റ്സെൽഫ് ഈസ് ഈവിൾ. ശരീരം എന്ന് പറയുന്നത് തിന്മകളുടെ സങ്കലനമാണ്. അത് മാലിന്യാവസ്ഥയുള്ളതാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ മുതൽ, കഴിക്കുന്ന ഭക്ഷണം മുതൽ, ഇടപെടുന്ന ഇടങ്ങൾ മുതൽ, കാഴ്ചകൾ മുതൽ പഞ്ചേന്ദ്രിയങ്ങൾ ശേഖരിച്ചെടുക്കുന്നതിലൊക്കെ അശുദ്ധി ഉള്ളതുകൊണ്ട് ഒരു നല്ല ദൈവം ഒരു കാരണവശാലും ജഡമെടുക്കില്ല. ജഡത്തിൽ വന്ന വിശുദ്ധി പോകും, അത് ഉറപ്പാണ്. അപ്പൊ കേട്ടറിഞ്ഞ ആളുകൾ പറഞ്ഞു, നേരാണല്ലോ, ഒരു നല്ല ദൈവത്തിന് വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആ ശരീരം, നമ്മുടെ ശരീരം എടുത്താൽ ഈ ശരീരം കൊള്ളൂല. അതുകൊണ്ട് ദൈവം ജഡത്തിൽ വന്നു എന്നത് തെറ്റാണെന്ന് അവർ പഠിപ്പിച്ചു. ഇത് സ്വാധീനിച്ച ഒരു സഭയുടെ പേരാണ് കൊലോസ്യ സഭ. മനസ്സിലായോ? സഭയുടെ പ്രശ്നം എന്താ? വിശുദ്ധി ഇല്ലെന്നുള്ളതോ, ചർച്ച് പൊളിറ്റിക്സ് ആണെന്നുള്ളതോ, കോരിന്ത് സഭയിലെ പോലെ മറ്റേതിനും വിഷയമല്ല. വിശുദ്ധിയുടെ തീവ്രതയിൽ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ വ്യക്തിത്വം അംഗീകരിക്കാൻ ചിലർക്ക് പ്രയാസം വരും. ഒരു അഹന്തയിലേക്ക് അത് കൊണ്ടുപോകും. എങ്ങനെയാണ്? ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കർത്തൃമേശ എടുക്കാൻ നേരം കർത്തൃമേശ എടുക്കാത്തവരെല്ലാം എടുത്തവൻ എടുക്കാത്തവനെ നോക്കിയിട്ട് ഏതാണ്ട് നിലവാരം കുറഞ്ഞവനെ പോലൊരു നോട്ടം. കർത്തൃമേശ എടുക്കാതിരിക്കുന്നതിലും ഒരു വിശുദ്ധിയുണ്ട്. എന്താ അത്? ഞാനെന്നതിന് ഫിറ്റല്ല, എനിക്കൊരു റിക്കൺസിലിയേഷൻ വേണം, എനിക്കൊരു നിരപ്പ് വേണം, ഞാനിന്നതിന് യോഗ്യനല്ലാത്ത കൊണ്ട് ഒന്ന് മാറുന്നു. അതൊരു വിശുദ്ധിയാണ്. റെസ്പെക്റ്റ് ചെയ്യും, അവരെ റെസ്പെക്റ്റ് ചെയ്യണ്ടേ. അല്ലാതെ എന്താണെങ്കിലും ഞാനും കയറി അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞതിനേക്കാൾ എത്രയോ നല്ലതാണ്
ഞാൻ ഇന്നിതിൽ പങ്കെടുക്കുന്നില്ല. അതൊരു തിരിച്ചറിവാണ്. അയാളെ അശുദ്ധനെന്നെണ്ണാൻ നിങ്ങളോട് ആര് പറഞ്ഞു? എൻ്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല, ഞാനൊന്ന് മാറുന്നു. അതും വിശുദ്ധിയാണ്. കുറ്റബോധമില്ലാത്തവൻ വന്ന് ഇത് വെട്ടി വിഴുങ്ങിയ ഇത് വെറും റൊട്ടിയാണ് അവന്. പിന്നെ ആ കൂടെ കുറേ കർത്താവ് ഒരു പാക്കേജ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കഴിച്ചാൽ അവരെയല്ല ബെനഫിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് മേടിച്ചോണം. അത് വേറെ കാര്യം അല്ലേ. നമ്മൾ ഉത്സവം വരുമ്പോൾ ഓഫർ പറയുമല്ലോ, ഇതെടുത്താൽ ഇന്ന ഗുണമുണ്ടെന്നൊക്കെ പറയുന്ന പോലെ അയോഗ്യമായ അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവനൊക്കെ ചില ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, അതവനെടുത്തോളൂ. അത് വേണ്ടല്ലോ എന്നോർത്തിട്ട് ഒരുത്തൻ സ്വയം മാറി നിൽക്കുന്നെങ്കിൽ അതവൻ്റെ വിശുദ്ധിയാണ് അല്ലേ, അതവൻ്റെ വിശുദ്ധിയാണ്. ഇങ്ങനെയുള്ള ചില ആളുകൾ. ഒരിക്കലും സഹോദരി ജീവിതത്തിൽ ആദ്യമായൊരു കൂട്ടായ്മ പോയിരുന്ന് ഭയങ്കര നിരാശയായിരുന്നു. അവരൊക്കെ അന്യഭാഷ കിട്ടി. അത് നിസ്സാര കാര്യമാണ്. അന്യഭാഷ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നമ്മുടെയൊക്കെ ബാല്യത്തിൽ അന്യഭാഷ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇല്ല. ഇപ്പോൾ ഭയങ്കര ഫ്രീ അതെല്ലാം കിട്ടുന്നത്, വളരെ സ്പീഡിലാണ്. അങ്ങനെയാണ്, ഇതെല്ലാം സ്പീഡായി കഴിഞ്ഞു. വേഗത മുഖമന്ത്രിയാക്കിയൊരു ലോകത്ത് ഇപ്പോൾ എല്ലാവരും ഇത് വലിയ കാര്യമായിട്ടാണ് പറയും, പെട്ടെന്ന് പറയും. നമുക്കൊക്കെ ഒത്തിരി പാടായിരുന്നു കിട്ടാൻ അല്ലേ, ഒത്തിരി ജാഗരിച്ചു. അങ്ങനെ ഈ അന്യഭാഷ കിട്ടിയ സഹോദരിക്ക് ആനന്ദം സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സന്തോഷം. ആർക്കും ഉണ്ടാവും ഒരു സന്തോഷം. ഇവരടുത്ത ആഴ്ച സാക്ഷി പറഞ്ഞു, എൻ്റെ സകല വേദനയും ഭാരവും എല്ലാം മാറി, എൻ്റെ ആ നിരാശയെല്ലാം മാറി, എന്തൊരു സന്തോഷമായി ക്രിസ്തീയ ജീവിതം. ഈ ആനന്ദ നിർഭരമായ ജീവിതത്തിൻ്റെ ആ സുഖം അങ്ങോട്ട് പറയാൻ വയ്യ, എനിക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം. കണ്ടില്ല ഓരോ പോക്കേ. എക്സ്ട്രീം ആകരുത്, എക്സ്ട്രീം ആകരുത്, അതായി പറഞ്ഞു വരുന്നത്. തീവ്രത പാടില്ല, പക്വതയ്ക്ക് വഴങ്ങണം. ആ മനുഷ്യൻ ജഡം തന്നെയല്ലോ, പക്വതയ്ക്ക് വഴങ്ങണം. സ്തോത്രം. ഏകം ദേഹി ആത്മാവിൻ്റെ സമന്വയമാണ് മനുഷ്യൻ. അത് ബാലൻസ് ചെയ്യാത്ത ജീവിതം ക്രിസ്ത്യ ജീവിതമല്ല. പ്രൈസലോ. ഇവ ചേർന്ന് പോകണം. ദേഹത്തിനുള്ളത്, ദേഹിക്കുള്ളത്, ആത്മാവിനുള്ളത് അത് വീതം വെച്ചു കൊടുക്കണം. സ്തോത്രം. പ്രൈസലോ. അതറിയില്ലെങ്കിൽ ജീവിതം തകരും. ദേഹിക്കുള്ളതുണ്ടേ. ദേഹി എന്ന് പറഞ്ഞെന്താ? ചിന്ത, ബുദ്ധി, നിരൂപണം, വികാര വിചാരങ്ങൾ, ഇവയുടെ ഇരിപ്പിടത്തെ ആ ദേഹി എന്ന് പറയുന്നത്. ആത്മാവ് ദൈവാംശമാണ്. ശരീരം നമ്മളുടെ കാണപ്പെടുന്ന വ്യക്തിത്വമാണ്. ശരീരം പ്രധാനമാണ്. എൻ്റെ കാര്യം, എന്നെ ഇവിടെ പ്രസംഗിക്കാൻ വിളിച്ചു, ഒരു സമയവും പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു 7 മണി വരെ സഹിച്ചു. 7:30 കാണുന്നില്ല. 7:30 കാണാതെ വരുമ്പോൾ അച്ഛൻ വിളിച്ചു ചോദിച്ചു, ബ്രദറെ എവിടാ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ ആത്മാവ് അവിടെ ഉണ്ട്, എൻ്റെ ശരീരം ഇപ്പോൾ ചങ്ങനാശ്ശേരി നിൽക്കുക. അച്ഛാൻ്റെ സ്വഭാവം എനിക്കറിയാം, നിങ്ങൾക്ക് എന്നെക്കാളറിയാം. മനസ്സിലായില്ലേ? ആ മനസ്സിലായില്ല. അതെ. അപ്പോൾ ഞാൻ പറയും, ഞാനങ്ങ് എത്തും. സ്വാഭാവിക അദ്ദേഹം പറയും, ഇവിടെ ചോറുണ്ണാനല്ല വിളിച്ചത്, ആഹാരം കഴിക്കാൻ വിളിച്ചതല്ല, പ്രസംഗിക്കാനാണ്. അപ്പം ശരീരത്തിനാ ആഹാരം. ശരീരത്തെയാ നിങ്ങൾ അനിൽക്കുടത്തോട്ടമെന്ന് വിളിച്ചേ, ശരീരത്തെയാ ഞാൻ അച്ഛാന്ന് വിളിച്ചത്, ശരീരത്തെയാ ആനിക്കാട് സാറേന്ന് വിളിച്ചത്, ശരീരത്തെയാ വാസ സ്റ്റീഫൻ എന്ന് വിളിച്ചത്, വാസ് തോമസ് സ്റ്റാൻഡി എന്ന് വിളിച്ച ശരീരത്തെയാണെന്ന്. ശരീരത്തെ, ആത്മാവിന് പേരൊന്നുമില്ലെന്ന്. മനസ്സിലായില്ലേ? ആത്മാവ് മറ്റൊന്നാണ്. അപ്പോൾ ശരീരം പ്രധാനമാണ്. ശരീരത്തിൻ്റെ പ്രാധാന്യത്തെ തള്ളുന്ന ആ നിരാസത്തെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ മുഴുവൻ ബൈബിളും വായിച്ചാൽ സെലബസി എന്നൊരു സംഭവം ഇല്ലെന്ന്. അങ്ങനെ സംഭവം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ചിലരൊരു ജീവിതം കൊണ്ട് ദൈവത്തിന് തന്നെ അങ്ങനെ അർപ്പണം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് തെറ്റൊന്നുമില്ല, അത് പാവമല്ല. പക്ഷേ ഉപദേശമല്ല, ശടിക്കാൻ പാടില്ല. മനുഷ്യൻ ജഡം തന്നെയല്ലോ. ഇത് പറയുമ്പോൾ എനിക്ക് ഈ സന്യാസിമാരോടൊക്കെ ബഹുമാനമുള്ളവരാണ്. അതിൻ്റെ ഒരാൾ സന്യാസിയായിട്ട് പോയി കാട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് എനിക്കെന്താ കുഴപ്പം? നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അയാൾ കാട്ടിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. പക്ഷെ ഒറ്റ വിയോജിപ്പുള്ളൂ, ലോകം വേണ്ട, ഇവിടുന്നൊന്നും വേണ്ട എന്ന് പറയട്ടെ, പിന്നെ പാത്രം കൊണ്ട് ഈ വഴി കറങ്ങരുത്. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പോയതാ, പിന്നെ ഇതിൽ നിന്ന് കറങ്ങരുത്. കാരണം ഇത് വേണ്ട പാവപ്പെട്ടവൻ ഇവിടെ ഉണ്ട്, അവൻ പണിയെടുത്തുകൊണ്ട് വന്നിട്ട് ലോകം വേണ്ടാന്ന് പറഞ്ഞവൻ പിന്നെ ഇവിടെ നിൽക്കുക ഇതും കൊണ്ട്. നീ ഹിമാലയ സാനികളിൽ പോകണം, അവിടെ പോയി പോട്ടെ. എന്തിനാ പറഞ്ഞേ? ഇത് ശീലിച്ച കുറേ ആളുകൾ ഒലോസ്യ സഭയിലിരുന്നു. ക്ഷമിക്കണം സാറുമാരൊക്കെ ഉണ്ട്. ഞാൻ സാറുമാരെ പറ്റി നല്ല ഉദാഹരണം പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ മാധ്യമപ്രവർത്തകർ പണ്ട് ഇങ്ങനെ കൂടിയിരുന്നു, ഒരു പഠനം നടത്തി. മിക്ക സഭകളിലും പ്രശ്നമുണ്ടായതിൻ്റെ പിന്നിൽ ഒരു മാഷിൻ്റെ ഇടപെടലുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഞങ്ങൾ എഴുതിയ ഒരിക്കലത് ഒരു മാഷ് അതിൽ ഇടപെടുന്നു. മാഷന്മാരാലോട്ടെ ക്ഷമിക്കണം, ഇത് പറഞ്ഞെന്താണെന്നറിയണ്ട, എല്ലാ മാഷന്മാരും അങ്ങനെയാണെന്നല്ലോ കേട്ടോ. ഞാൻ നല്ല ഉദാഹരണം പറഞ്ഞല്ലോ. ഇനി അതൊരു പ്രശ്നമാകല് പോട്ടെ. അപ്പോൾ
ഇടപെടാൻ കാരണം വേറൊന്നുമല്ല, ക്ഷമിക്കണേ, പണ്ടത്തെ മാഷന്മാരാണ് കേട്ടോ. ആ മാഷന്മാർക്കൊരു പ്രശ്നമുണ്ട്. ഇവരെല്ലാം കയ്യിൽ ഈ മാത്യു ഹെൻറിയുടെ കമൻട്രി, വില്യം ബാർക്കറുടെ കമൻട്രി ഉണ്ട്. അവിടേക്ക് ചെല്ലുന്ന ഉപദേശി ജസ്റ്റ് ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. മാഷം ചെയ്യും, ഈ ബൈബിളൊക്കെ എടുത്തു വെച്ചിട്ടൊരു പ്രസംഗം നടത്തും. ഉപദേശിക്ക് അത്രേ പറ്റത്തില്ല. അപ്പോൾ ഈ ഉപദേശി പാസ്റ്റർ എന്ന് പറഞ്ഞ ആളിലൊന്നും അറിയില്ല, എനിക്കിതൊക്കെ അറിയാം എന്നിട്ട് ഒന്നുകൂടെ പറയും, എനിക്കറിയാം സ്വത്രകാഴ്ച വേണ്ട, എനിക്കറിയാം ദശാംശം വേണ്ട. UGC വാങ്ങിക്കുന്ന അങ്ങേക്കൊന്നും ആവശ്യമില്ല, പക്ഷേ ഇത് ആവശ്യമുള്ളവരുണ്ടല്ലേ. ഇതൊന്നും ആവശ്യമില്ല. ഈ രൂപത്തിൽ ഇടപെടുക, അതായത് ചില ആളുകൾ തങ്ങൾക്കുള്ളതെന്തോ അതിലേക്ക് എക്സ്ട്രീം ആവുക. ഇതാ ഞാൻ പറഞ്ഞു ചേട്ടാ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാലൻസ് ചെയ്ത് പോകണം ഈ ചിന്തയിൽ. ശ്രദ്ധിച്ചേ. അപ്പോഴേ ഇത് ചിലരെ സ്വാധീനിച്ചു, കുറേ ചിന്തകന്മാർ ആ സഭയിൽ വന്നു. അതാ കൊലോസ്യ സഭയിൽ പറയുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ, ഈ വെറും ഈ ടീച്ചിങ് കൊണ്ട്, തത്വജ്ഞാനം കൊണ്ട് നിങ്ങളെ ആരും തോൽപ്പിച്ച് കളയരുത്, നിങ്ങൾ അതിലേക്ക് വശീകരിക്കപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ട് ഒരപകടം സാധിച്ചെടുക്കുക. ഇനി ഒന്നുകൂടെ പഠിക്കണേ. നിങ്ങൾ ഈ അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ പഠിച്ചാൽ അവിടെ ഒന്നും കൊലോസ്യ എന്നൊരു സഭ കാണത്തില്ല. ഒന്നാം മിഷണറി യാത്രയിൽ കൊലോസ്യ സഭയുടെ ലിസ്റ്റില്ല. രണ്ടാം മിഷണറി യാത്രയിൽ കൊലോസ്യ സഭയുടെ ലിസ്റ്റില്ല. മൂന്നാം മിഷണറി യാത്രയിൽ കൊലോസ്യ സഭയുടെ ലിസ്റ്റില്ല. ഇനി വെളിപ്പാട് ദിവസം എടുക്ക്, ഏഷ്യാ മൈനറിലെ 10 സഭകളിൽ ഈ കൊലോസ്യ സഭയും പെടും. പക്ഷേ 7 എണ്ണത്തിൻ്റെ പേരേ ഉള്ളൂ, അതിലും കൊലോസ്യയില്ല. എൻ്റെ അർത്ഥം ഇത് മോശപ്പെട്ട സഭയാന്നല്ല. ഇത് പരാമർശിക്കപ്പെടാതെ പോയ വിഷയം ഇവിടെ പൗലോസ്ലീഹ അല്ല ഈ ചർച്ച് സ്ഥാപിച്ചത്, മറിച്ച് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ ഈ എപ്പഫ്രാസ് ആണ് ഈ ചർച്ചിന്റെ സ്ഥാപകൻ. എപ്പഫ്രാസ് സ്ഥാപിച്ച ഈ സഭയിൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയാ, ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എന്നെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, എനിക്ക് വേഗത്തിൽ നിങ്ങളെ ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. എന്താണ് കാരണം എന്നറിയണ്ടേ? ഈ സഭയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശത്തെ പറ്റി മറ്റു സഭകൾ കേട്ടിട്ട് പറയാ, കൊള്ളാം. ആ സഭ സന്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ആ സഭ കുടുംബജീവിതത്തെ വിലക്കുന്നു, ദാമ്പത്യ ജീവിതത്തെ വിലക്കുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ വിലക്കുന്നു, അത് പാപമാണെന്ന് കരുതുന്നു, അത് തിന്മയാണെന്ന് കരുതുന്നു, തലമുറകൾ ഉണ്ടാകുന്നത് തെറ്റാണ്. ഞാൻ എൻ്റെ പ്രായത്തിനും എൻ്റെ പക്വതയ്ക്കും പറ്റുന്ന വിധത്തിൽ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പൊതുവേദിയല്ലേ, അതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവികമായ ശരീരാവശ്യകതകളുടെ നിയമപരമായ ഇടപെടലുകളെ അത് വിലക്കുന്നു. ഒന്നുകൂടി പറയട്ടെ, ബൈബിൾ ദാമ്പത്യ ജീവിതത്തെ എതിർക്കുന്ന പുസ്തകമല്ല, അത് അനുഗ്രഹമെന്ന് കരുതിയ പുസ്തകമാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെറ്റി പെരുകി ഭൂമിയൊക്കെ നിറയാൻ പഠിപ്പിച്ച പുസ്തകമാണ് ഇതല്ലേ? അങ്ങനെയല്ലേ? സ്തോത്രം. ഇതിനെല്ലാം പാപം 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 എന്ന് പഠിപ്പിച്ചു. അങ്ങനെയല്ലേ? ഇന്നിപ്പോൾ നമ്മളൊക്കെ ശാസ്ത്രം പറഞ്ഞ പ്രമാണങ്ങളുടെ വഴിയേ പോയിട്ട് 1 കുഞ്ഞ് 2 കുഞ്ഞ് ഒക്കെയാണ്. എനിക്ക് 3 കുട്ടിയുണ്ട് എന്ന് കേട്ടപ്പോൾ അതെന്തോ വലിയൊരു കൊടുമ്പാവിയെപ്പോലെ എന്നെ കണ്ടു. ഞാനൊരു 4-5 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. 4-5 മക്കളെങ്കിലും മിനിമം വേണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ദൈവം അത്ര തന്നുള്ളൂ, അതാ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ മക്കളുണ്ടാക്കണം. കാരണം 8ഉം 10ഉം മക്കളുള്ള കാലത്ത് മാതാപിതാക്കൾ നമ്മളെ വളർത്തി. ഇപ്പോൾ എന്താ കാര്യം? ക്ഷമിക്കണം, നമ്മുടെ PYPയുടെ ഒക്കെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരാൻ നല്ല മത്സരമൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ച കാര്യമാണ്. സെൻട്രൽ തലം മുതൽ ഈ PYP ഒന്നും കൊണ്ടു നടക്കാൻ നമുക്കിവിടെ കുട്ടികളില്ലെന്ന് പോയി, മക്കളാരും ഇല്ല. അങ്ങോട്ട് പോയി മത്സരിക്കാൻ ആളില്ല, പ്രവർത്തനത്തിന് ആളില്ല. 2 കുട്ടികളെന്നുള്ള സങ്കല്പം അത് പറ്റിയൊരു പരാജയമാണ്. ഞാനിത് കാത്തലിക് സഹോദരന്മാരുമായിട്ടും പാലായിലെ ബഹുമാനപ്പെട്ട പിതാവുമൊക്കെ ആയിട്ട് ഈ കാര്യം പറഞ്ഞു, നേരിട്ട് സംസാരിച്ചു. എന്താണ് ക്രൈസ്തവർക്ക് പറ്റിയൊരു പരാജയം? മക്കളില്ല, ഒരു വലിയ പരാജയമാണ്. 2 നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് എവിടേക്കാണെന്നറിയണ്ടേ? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. അവിടെ മൈഗ്രേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരത്തില്ല, അവിടെ തന്നെ തങ്ങും, രാശി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇതൊക്കെയാണ് സ്ഥിതി. ഇവിടെ നമുക്ക് തലമുറകളില്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കൊലോസ്യ സഭ ഇത് തന്നെ ഈ രൂപത്തിലേക്ക് പഠിപ്പിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ വിറ്റും വിട്ടു പോകുന്ന സഭയിലെ ഒരു ദേവദാസനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന കേട്ട് എല്ലാവരും ഇതുപോലെ ജീവിച്ച ഒരു തലമുറ കൊണ്ട് സഭ തീർന്നു പോയത്? ആളുണ്ടാവില്ല, മക്കളുണ്ടാവില്ല, കുഞ്ഞുങ്ങളില്ലെങ്കിൽ അത് പാപമാണെന്ന് പറയുന്നത് എത്ര നികൃഷ്ടമായൊരു വസ്തുതയാണ്. നിയമത്തിന് പുറത്തെ ജീവിതത്തെയാണ് ബൈബിൾ വിലക്കുന്നത്, അല്ലേ? അതാണ് പാപം. നിയമാനുസൃതമുള്ള ദാമ്പത്യ ജീവിതം പോലും തെറ്റെന്ന് വിലക്കിക്കൊണ്ട് ശരീരത്തിൻ്റെ നിരാസം അത് കൂടിക്കൂടി വന്നിട്ട് ഉപവാസം, പ്രാർത്ഥന, അതുപോലും സ്വന്തം ശരീരത്തെ ക്ഷയിപ്പിച്ച് ആഹാരം പോലും അനിവാര്യമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കൊലോസ്യ സഭ ഇങ്ങനെ വളർന്നപ്പോൾ ചിലർ ഇതിൽ ആകൃഷ്ടരായി. ഈ അപകടം പൗലോസ് അറിയുന്ന ജയിലിൽ കിടന്ന ഒരു ജയിലിൽ കിടന്നു. അല്ലയോ പൗലോസേ, എപ്പഫ്രാസിനാൽ സ്ഥാപിതമായ ദൈവസഭയുണ്ടല്ലോ, ആ ദൈവസഭയ്ക്കകത്ത് ഒരു നൂതന ഉപദേശം നുഴഞ്ഞു കയറിയിരിക്കുന്നു. ആ ഉപദേശത്തെപ്പറ്റി അങ്ങൊന്ന് പറയണമേ.
അവർ പറയുന്നത് ആകർഷണീയ കാര്യമാണ്. വിശുദ്ധി കൂടുതൽ വേണമെന്നാ. ആ വിശുദ്ധിയുടെ തീവ്രതയിൽ വിവാഹം വിലക്കണം. ആ വിശുദ്ധിയുടെ തീവ്രതയിൽ കുടുംബജീവിതമുള്ളവർ കുടുംബത്തൊക്കെ ഉപേക്ഷിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഈ പാഠം പറഞ്ഞു, ഈ കഥ പറഞ്ഞു. ആകർഷിക്കപ്പെടും ആളുകൾ. പൗലോസ് വിട്ടില്ല. ആ ജയിലറയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ചമച്ച ഈ ലേഖനങ്ങളാണ് നമ്മൾ പ്രിസൺ എപ്പിസൽ അഥവാ കാരാഗൃഹ ലേഖനങ്ങൾ എന്ന പേരിൽ വായിക്കുന്നത്. അതിലൊരെണ്ണമാണ് ഈ കൊലോസ്യർ. ഞാൻ ഈ കൊലോസ്യ ലേഖനത്തിന് ഒരു പഠനം നടത്തി. കാരണം ഇത് ചെറിയൊരു പുസ്തകമാണല്ലോ, പെട്ടെന്ന് തീർക്കാവുന്നോർത്ത് എഴുതിയും പഠിച്ചു വന്നിട്ട് 3 കൊല്ലമായി തീർന്നില്ല. കാരണം ചെറിയൊരു പുസ്തകമാണ്, പെട്ടെന്ന് തീർക്കാവുന്നോർത്ത് തുടങ്ങിയതാണ്. ഓരോ വേടുകളും പഠിച്ചു വരുമ്പോഴാണ് ഇതിൻ്റെ ആഴം അതിഭയങ്കരമാണ്. എന്താ കാര്യം എന്നറിയണ്ടേ? യേശുക്രിസ്തു ജഡമെടുത്തു വന്നില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യര് അത് വിശുദ്ധിയാണ് എന്ന സങ്കല്പത്തിൽ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. അതിൻ്റെ സ്വാധീനം ഇന്ന് പലയിടങ്ങളിലും കാണാം. കാരണം മറിയം യേശുവിനെ ഗർഭം ധരിച്ചപ്പോൾ, യേശുവിൻ്റെ ശരീരം മറിയത്തിൻ്റെ ഉദരത്തിലെത്തിയപ്പോൾ, യേശു ഉള്ള ഇടം സ്വർഗീയ സാന്നിധ്യമുള്ളതുപോലെ ആയപ്പോൾ യേശു വസിച്ച മറിയുടെ ഉദരം സ്വർഗമാണ് എന്ന് പഠിപ്പിച്ച പഠനം. ഞാനവരോട് ചോദിച്ചു, അങ്ങനെയാണ് യേശു കടലും മീതെ നടന്നില്ല, അവിടെയൊക്കെ സ്വർഗമാകണമല്ലോ. ഒരു ഭ്രൂണം മറിയുടെ ഉദരത്തിൽ ഇരുന്നപ്പോൾ അവിടെ സ്വർഗമായെങ്കിൽ ലാസറിന്റെ കല്ലറയടക്ക സ്വർഗമാകണം. യേശു പോയിടം എല്ലാം സ്വർഗമാകണം. അവിടെ എല്ലാം സ്വർഗമാകണം. ആ പഠനത്തിനൊന്നും അർത്ഥമില്ല. ഇതിലേക്ക് പോകാൻ കാരണം എന്താ? നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ യുക്തിബോധം, നമ്മുടെ ചിന്തയനുസരിച്ചല്ല. നമ്മൾ ഉപദേശത്തെ കാണേണ്ടത് ദൈവവചനം കൃതകൃത്യതയോടെ വ്യക്തമായി ഉപദേശം എഴുതി സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. പുതുതൊന്നും അതിനോട് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. എന്തിനാണ് പറഞ്ഞത്? അപ്പോഴും പൗലോസ് ഇത് കേട്ടപ്പോൾ അദ്ദേഹം ആത്മാവിൽ ജ്വലിച്ചു. ഈ ചിന്ത കേട്ടപ്പോൾ നമുക്കും തോന്നും, ഇവിടെ ദൈവപുത്രൻ ആത്മാവായി തന്നെ ഇവിടെ ജീവിച്ചു. അപ്പോൾ നമ്മൾ കണ്ട ആളാരാ? അതിവർ പറയാൻ തുടങ്ങി. അതെ, നമുക്കങ്ങനെ തോന്നും, പക്ഷെ അങ്ങനെ ഒരാളില്ല. അതേ യേശു എന്ന് പറഞ്ഞ ഒരാൾ 33 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഈ കയ്യിൽ ആണി അടിച്ചു, കരഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ്, അക്ഷരാർത്ഥമല്ല. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ. ഇത്രയും വെട്ടിയെടുത്ത് വിഷയം ഉണ്ടാക്കല്ലേ, നാളെ എനിക്ക് ജീവിക്കണ്ട. ചില മിടുക്കന്മാർ പറഞ്ഞ് കൊടുത്തോട്ടോ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത്രയും സാധനം വെട്ടിയെടുത്ത് പണി തരല്ലേ. യേശു എന്നയാള് ജഡത്തിലൊന്നും വന്നില്ല, മറിച്ച് നമുക്ക് തോന്നുകയായിരുന്നു. ആ തോന്നൽ എങ്ങനെയാണെന്നറിയണ്ടേ? ഈ ഫാൻഡം എന്നൊക്കെ പറയല്ലോ, മായാവി എന്നൊക്കെ പറയല്ലോ. വിളിക്കുമ്പോൾ ഒരു രൂപം വന്ന് തൊട്ട് മുമ്പ് നിൽക്കുന്നു, പക്ഷെ ശരീരമില്ല. ആത്മാവ് അത് തന്നെ ആത്മാവാണ്. കേട്ടാ വിശുദ്ധിയാന്ന് തോന്നും. അപകടം എന്താണെന്നറിയണ്ടേ? യേശു ജഡത്തിൽ വന്നില്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ് നടക്കില്ല. ആ രക്തം ചൊരിഞ്ഞില്ലെങ്കിൽ പുതുനിയമസഭ ഉണ്ടാവില്ല. ആ രക്തം അക്ഷരാർത്ഥമല്ലെങ്കിൽ പ്രായച്ചിത്ത ബലിയാവില്ല. അത് തോന്നിപ്പിക്കലാണെങ്കിൽ വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാകയില്ല. അതുകൊണ്ട് വിലപിടിപ്പുള്ള പുണ്യാക രക്തം കൊണ്ടാണ് ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അതെന്റെ യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ അക്ഷരാർത്ഥ നിഷേധമാണ് ഇത്തരത്തിൽ യേശു ജഡത്തിൽ വന്നില്ല എന്ന് പറയുന്നത്. യോഹന്നാനും കണ്ണിക്കുന്നുണ്ടേ, തന്റെ ലേഖനങ്ങളിൽ പറയാ, യേശു ജഡത്തിൽ വന്നില്ല എന്ന് പറയുന്ന ഉപദേശം, എന്ന് പറയുന്ന പഠിപ്പിക്കലൊക്കെ സാത്താനിൽ നിന്നാകുന്നു. അത് എതിർ ക്രിസ്തുവിൽ നിന്നാകുന്നു. കാരണം ദൈവപുത്രൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നതാണ് സുവിശേഷം. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ഇതാണ് സുവിശേഷത്തിന്റെ തിയറി. അതൊഴിച്ച സുവിശേഷമില്ല. ദൈവം ജഡത്തിൽ വന്നു. ഒരാളെന്നോട് ചോദിച്ചാൽ, ഇതെന്തോടോ ദൈവം മനുഷ്യനാവും? ദൈവം എങ്ങനെ മനുഷ്യനാണെന്ന് പറ. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം സർവശക്തനായതുകൊണ്ട് മനുഷ്യനാകാൻ ഒരു പ്രയാസമില്ല. ദൈവം നിരൂപിച്ച അമീബയാകാവുന്ന അമീബ. കാരണം എന്താ? തിരിച്ചാ പാട്. തിരിച്ചെന്ന് ചിന്തിച്ചേ, നമുക്ക് തിരിച്ചാകാനാ പാട്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ സാധാരണ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. ഞാൻ കോൺഗ്രസ് അല്ല, ഞാനിത് പറഞ്ഞു എന്നോർത്ത് തന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും ആക്കരുത്, BJP ഒന്നും ആക്കരുത്. പക്ഷെ അദ്ദേഹം ഒരു സ്ഥലത്ത് വന്ന് സിമ്പിളാകുന്നത് കണ്ടോ? അങ്ങനെ കുറേ മനുഷ്യരുണ്ട് കേട്ടോ. എല്ലാ പാർട്ടിയിലും ഇങ്ങനെ സിമ്പിളായ കുറേ മനുഷ്യരുണ്ട്. അദ്ദേഹം വയനാട്ടിലൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ആ ഹോട്ടലിൽ അദ്ദേഹം പാർത്ത മുറിയെല്ലാം അവർ മാറ്റിയിട്ടിരിക്കുക. അങ്ങനെ പ്രമുഖരൊക്കെ വരുന്നൊരു ഹോട്ടലുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഒരു മനുഷ്യൻ്റെ വലിപ്പം? ഒരു വലിയ ഒരാൾ താഴേക്ക് ഇറങ്ങുന്നത് അയാളുടെ മഹത്വമാണ്. മനസ്സിലായില്ല? അതാണ് പ്രയാസം. മനസ്സിലായില്ലേ? നമുക്കൊരാൾക്ക് നമ്മുടെ ഭരണഘടന തരുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നോമിനേഷനെ കൊടുത്ത് മത്സരിച്ച് രാഷ്ട്രപതി വരെ ആകാം. നമ്മളാകുന്നില്ലെന്നേ ഉള്ളൂ, ഞാനതിനെ തുനിയുന്നില്ലെന്നേ ഉള്ളൂ.
പക്ഷെ എനിക്കതിന് റൈറ്റ് ഉണ്ട്. എനിക്ക് നിങ്ങൾക്കും അതിന് റൈറ്റ് ഉണ്ട്. പൗരൻ എന്നുള്ള നിലയിൽ ബുദ്ധിഭ്രമം ഇല്ലെങ്കിൽ, പാപ്പരചിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ, 25 വയസ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം വരെ ചെല്ലാം. അതിന് അധികാരമുണ്ട്. അവിടെ വരെ ചെല്ലാൻ നല്ല പണി, അത്ര എളുപ്പമല്ല. പക്ഷെ ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ താഴേക്കിറങ്ങുക എന്ന് പറഞ്ഞാൽ അതാ മതിപ്പ്. പിടിയിട്ടോ, താഴേക്ക് നമ്മുടെ ഇടയിലേക്ക്. അപ്പൊ ദൈവപുത്രൻ മനുഷ്യപുത്രനായ അത്ഭുത പ്രവൃത്തിയാണ് സുവിശേഷം. അല്ല, മനുഷ്യൻ ദൈവമാകാൻ ശ്രമിച്ച് പാഴായിപ്പോയ അനവധി ജന്മങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അവന് ദൈവമാകാൻ കഴിയില്ല. ദൈവത്തിന് മാനവവൽക്കരണം നടത്താൻ മനുഷ്യനാകാൻ സാധിക്കും. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ഇത് എടുത്തു പറഞ്ഞിട്ട് ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും മലീമസമാക്കി വ്യാഖ്യാനിച്ച ഒരു സമൂഹത്തോട് പൗലോസ് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. തിരുത്തേണ്ട ഒരു കാര്യം നമുക്കിടയിലുണ്ട്. എന്താണെന്നറിയില്ലേ? പ്രിയരേ, ആദരണനായ മഹാത്മജിയെ ഒരു മതഭ്രാന്തനൻ നിറയൊഴിച്ചു കൊന്നു, വെടിവെച്ചു കൊന്നു. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ കർത്തദാസൻ പി ജോയ് പാസ്റ്ററുടെ കൺവെൻഷന് പങ്കെടുക്കാൻ പോയി. അവിടെ പോയ വഴിക്ക് അദ്ദേഹത്തോട് നിർബന്ധിച്ച് ഈ ഗോഡ്സയുടെ സ്ഥലം ഒന്ന് കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ അത്ഭുതം. ഗോഡ്സയ്ക്ക് വേണ്ടി ഒരു ടെമ്പിളുണ്ട്. ഗോഡ്സെ അവർ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹം വലിയ ആരാധ്യ പുരുഷനാണ്. മഹാത്മജിയെ വെടിവെച്ചു വന്ന അദ്ദേഹത്തിൻ്റെ രക്തം വീണ ആ മണലൊക്കെ സൂക്ഷിച്ച് മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹേ റാം, ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാത്മജിയെ വെടിവെച്ച ആ തോക്ക് കണ്ടാൽ നമുക്ക് ആദരിക്കാൻ തോന്നൂല എന്ന് മാത്രമല്ല, ഒരു നിരാശ. അല്ലയോ ഭഗത് സിംഗ് ജി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ആധിപത്യത്തിനെതിരെ പടപരുതി അങ്ങ് അവർ കെട്ടിയുണ്ടാക്കിയ ഒരു ശീലാന്തിൽ തൂങ്ങിയാടി അങ്ങയുടെ പ്രാണൻ പൊലിഞ്ഞു. അങ്ങയെ തൂക്കിക്കൊന്ന കഴിമരം കണ്ടാൽ നമുക്ക് നിരാശ, അതൊരു നഷ്ടം. അതാണ് സത്യം. പക്ഷെ കുരിശ് എങ്ങനെ എൻ്റെ നിങ്ങളുടെ അഭിമാനമായി എന്ന് പറയുകയാണ്. ഇത് കുരിശിൻ്റെ വിഷയത്തിൽ യേശുവിൻ്റെ മരണത്തിൽ മാത്രമുള്ള സവിശേഷതയാണ്. എന്താണത്? ഈ കുരിശ്, ക്രൂശീകരണം, ഇതൊക്കെ കണ്ടാൽ നമുക്ക് ദുഃഖവും കണ്ണീരും ഒക്കെ വരും. എന്നാൽ ഞാനിതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ശേഷം ഈ ക്രൂശെന്ന് കേട്ടാൽ എനിക്ക് കണ്ണീര് വരാറില്ല. അതിൻ്റെ കാരണം പറയാം. കണ്ണീര് വരുമെന്ന് പറഞ്ഞാൽ ഈ ചില ആളുകൾ ഈ ക്രൂശിൻ്റെ കാര്യം പറയുമ്പോഴേ ഈ കണ്ണീര് പോലൊരു ടോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്വാന്മാരുമുണ്ട്. ഈ കർത്തമേശക്ക നടത്തുമ്പോൾ കണ്ണീര് പോലൊരു ടോണ്, നമ്മുടെ അടുത്തോവിനെ അടിച്ചു അങ്ങ് പോടെ, അതൊരു ടോണാണ്. അത് ഗൗരവത്തിലെടുക്കണ്ട, പോട്ടെ. അപ്പോൾ എന്നോട് ചോദിക്കുക ഇങ്ങനെ ചെയ്യുമോ? ഞാനും ഇങ്ങനെ ചെയ്യും. എൻ്റെ കാരണം മനുഷ്യൻ്റെ മുമ്പിൽ ചെയ്യുന്നല്ലേ, അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് നോക്കും. നല്ല പാരമ്പര്യങ്ങളെ തുടരണമല്ലോ, അത് പോട്ടെ. ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മറിയം കരയുന്നുണ്ട്, യോഹന്നാൻ കരയുന്നുണ്ട്, അക്ഷരാർത്ഥത്തിൽ ക്രൂശ് കണ്ടവരൊക്കെ കരയുന്നുണ്ട്. യേശുവിൻ്റെ അനുഭാവികൾ, എതിരാളികൾ കളിയാക്കുന്നുണ്ട്. പക്ഷേ ലക്ഷണമൊത്തൊരു സുവിശേഷകൻ ആത്മനിറവിൻ്റെ ശക്തിയോടെ ക്രൂശ് കണ്ടിട്ട് പറയുക, ഹേയ്, എനിക്ക് ക്രൂശ് കണ്ടിട്ട് കരച്ചിലൊന്നുമില്ലെന്ന്, എൻ്റെ ആവേശം ഇരട്ടിക്കുന്നു. ഇത് കണ്ടിട്ട് പിന്തിരിഞ്ഞോടുന്ന 12 പേർക്കൊപ്പം ഒരാളാകാൻ എനിക്ക് ആഗ്രഹമില്ലെന്ന്. ക്രൂശിക്കപ്പെടുന്നത് കേട്ടിട്ട് തള്ളിപ്പറഞ്ഞോടിപ്പോയി ഒളിച്ചിരിക്കുന്ന 12 പേരുടെ ഗണത്തിൽ എനിക്ക് നിൽക്കാൻ ഇഷ്ടമില്ല. പൗലോസ്ലീഹ ആത്മാവിൽ ക്രൂശ് കണ്ടിട്ട് വിളിച്ചു പറയുക, ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചുകൊണ്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി ശത്രു സൈന്യത്തെ മുഴുവൻ പരസ്യമായ കാഴ്ചയാക്കുന്ന ജയത്തിന്റെ വിളംബരമാണ് ക്രൂശ്. ആ ക്രൂശ് കണ്ടിട്ട് നമുക്ക് വിളിച്ചു പറയാം, അത് തോൽവിയല്ല, അത് വിജയമാണ്. ആ ക്രൂശ് നമ്മുടെ പ്രതീക്ഷയാണ്, ആ ക്രൂശ് നമ്മുടെ ആവേശമാണ്. ആ ക്രൂശിന്റെ ഉള്ളടക്കം ഗ്രഹിച്ചിട്ട് വിളിച്ചു പറയാം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശാണ് പ്രശംസ. ആ ക്രൂശ് പ്രശംസാ വിഷയമാകുന്നതിന്റെ മാനദണ്ഡം ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് മരണത്തിന് മരണം വിധിച്ച, മരണത്തെ തോൽപ്പിച്ചു കളഞ്ഞ, മരണത്തെ ഉന്മൂലനം ചെയ്ത, ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായ കൈയെഴുത്ത് മായ്ച്ചിട്ട് നമ്മെ ജീവന്റെ രക്ഷയിലേക്ക് പ്രവേശിപ്പിച്ച അതുല്യമായ സംഭവമാണ് ക്രൂശിൽ നടമാടിയതെങ്കിൽ ആ ക്രൂശിനെ ഉയർത്തുന്നത് രോഗശാന്തിയാണ്. ആ ക്രൂശിനെ ഉയർത്തുന്നത് ഇരുട്ടിന്റെ ശക്തികൾക്ക് ഭയമാണ്. അതുകൊണ്ട് 50 വർഷത്തെ ഞങ്ങളുടെ പ്രസംഗത്തിൽ ഉയർന്നു കേട്ട ആ ക്രൂശിനെ ജനമധ്യത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വിളിച്ചു പറയട്ടെ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
അത് ഞങ്ങളുടെ അഭിമാനം, അത് ഞങ്ങളുടെ സത്യസന്ധത, അത് ഞങ്ങളുടെ ആത്മാർത്ഥത. ആ ക്രൂശ് ഉയരട്ടെ ഈ സമൂഹത്തിൽ വീണ്ടും. ഇനിയും ആ ക്രൂശിനെ ഉയർത്താൻ തമ്പുരാൻ നിയോഗിച്ച പുതുതലമുറ ആ ക്രൂശിന്റെ സാക്ഷികളായി ഇന്ന് രാത്രി ഉണരട്ടെ, ഈ ക്രൂശിന്റെ പ്രഭാഷകരായി. സ്തോത്രം, ഹല്ലേലൂയ. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങളറിയാതെ അച്ഛൻ എനിക്ക് ഇച്ചിരി സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരുന്നു. അത് എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നതാണ്. പോട്ടെ, ആ സമയത്ത് നടത്തും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതൊക്കെ ചില ടെക്നിക്കുകളാണ്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശ് മരണത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം. നമ്മുടെ യേശുദാസൊക്കെ നല്ല സൂപ്പർ പാട്ടാണ്, എല്ലാവരും നല്ല കൂട്ടുകാരാണ്, ഇഷ്ടംപോലെ കാണുന്ന. അപ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ, നമ്മുടെ എല്ലാം പാട്ടിൽ ഒരു 90% ഇവിടെ കളഞ്ഞേച്ച് പോകേണ്ട പാട്ടാണ്. എന്നുവെച്ചാൽ ഭൂമിയിൽ മുകളിലോട്ട് പോകുന്ന പാട്ടുകൾ ചുരുക്കം ചിലതുകൊണ്ട് അർത്ഥം കൊണ്ട് പറഞ്ഞു കേട്ടോ. ഉദാഹരണം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും, ആ പാട്ട് കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും പാടുകയില്ല. കേട്ട് വന്നല്ലോ, ആ പാടിൻ്റെ കാര്യമില്ല. ചില പാട്ട് കൊള്ളാം, നിത്യതയിലും കൊള്ളാവുന്ന പാട്ടുണ്ടോയെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കിവിടെ നിന്ന് പാടുമ്പോൾ നിത്യതയെ പരാമർശിക്കുന്ന പാട്ട് കേൾക്കുമ്പോൾ അറിയാതുള്ളത്തിൽ ഒരാനന്ദം വരും. ശരിയല്ലേ? യെരൂശലേമൻ ഇമ്പവീടെ എപ്പോൾ ഞാൻ വന്നു ചേരും എന്നൊരാനന്ദം ആ പാടിനല്ലേ, എന്തൊരു ഉന്മേഷമാണ് ആ പാടിനല്ലേ. ആ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ. എന്തൊരു മനോഹരമാണ് കർത്താവിനോട് ചേരാനുള്ള അഗാധമായ ആ പ്രേമം. ഇപ്പം നിത്യതയെക്കുറിച്ചുള്ള പാട്ടെല്ലാം പ്രചോദനപരമാണ്. നിത്യത ചെന്ന് കഴിഞ്ഞ് ഈ പാട്ട് പാടി എങ്ങനെ ഇരിക്കും? കർത്താവിൻ്റെ സ്നേഹമുള്ളതുകൊണ്ട് തല്ലിയല്ല, എന്നാലും പറയടാ അർത്ഥം പറഞ്ഞ് പാടാ കുഞ്ഞേ. നിത്യത ചെന്ന ഈ പാട്ട് വേണ്ട. ഞാൻ ബ്രദറിനെ സഹോദരങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ പ്രവചനം നിർത്തണേ നിത്യത ചെല്ലണം, ഞങ്ങൾ അന്യഭാഷ നിർത്തണേ നിത്യത ചെല്ലണം. കർത്താവ് വരുവോളമാണ് ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഒറ്റ വാക്യം മതി നമുക്ക്. 1:7, 1 കൊരിന്ത്യർ. മനസ്സിലായല്ലോ? ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അന്ന് ഒരപ്പാട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, നിങ്ങളോട് അനി പറയുന്നത്, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞെങ്ങാനും ഒരാൾ നമ്മൾ പറയാം, മകനെ ഇന്ന് പകൽക്കാലം എൻ്റെ ആലോചന നിന്നോട് അറിയിക്കട്ടെ, ഓടാന്ന് പറഞ്ഞു. ഇവിടെ ആലോചന അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചോണം. അത് ഭൂമി വെച്ചാൽ അവിടെ വേണ്ടാത്ത എന്താ? പ്രവചനങ്ങളുടെ പൊരുളായവനെ, വെളിപ്പാടിൻ്റെ പൂർണ്ണ രൂപമായവനെ, സകലത്തിനും കാരണഭൂതനെ മുഖാമുഖം കാണുമ്പോൾ പൂർണ്ണമായത് വന്നു, അംശമായത് നീങ്ങി. അന്ന് നമ്മൾ അവനോട് കൂടെ ഇങ്ങനെ ഇരിക്കൊണ്ട് നമുക്ക് പിന്നെ ഇതൊന്നും വേണ്ട, ഭൂമിയിൽ ഇതൊക്കെ വേണ്ട, അതൊക്കെ പ്രാപിച്ചോണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴേ ഭൂമിയിലെ പല പാട്ടും നമുക്ക് സ്വർഗത്തിൽ വേണ്ട. നമുക്ക് നിത്യതയുടെ പാട്ട് ത്രസിപ്പിക്കുന്ന ആവേശമാണെങ്കിൽ, സ്വർഗത്തിലിരിക്കുന്നവന് ത്രസിപ്പിക്കുന്ന ആവേശം വരുന്നൊരു കാര്യം ജീവവൃക്ഷത്തിൻ്റെ ഫലമല്ല, 12 വിധ ഗോപുരങ്ങളല്ല, സകലവിധ മുത്തുകളും കൊണ്ട് അലങ്കരിച്ച മനോഹാരിതയല്ല, തങ്കത്തെരുവീഥികളല്ല. സ്വർഗവാസികൾ പാടുന്ന പാട്ടിലെ ആവേശം ഭൂമിയിൽ നടന്നൊരു സംഭവമാണ്. അവർക്കിത് കേൾക്കുമ്പോൾ ആവേശം അല്ല, സ്വർഗത്തെക്കുറിച്ച് കാണുമ്പോൾ ആവേശമില്ല. എന്താണെന്നറിയേണ്ടത്? അത് ക്രൂശാ. സ്വർഗത്തെയും ആവേശഭരിതമാക്കുന്ന, സ്വർഗത്തെയും പ്രകമ്പനം കൊള്ളിക്കുന്ന, സ്വർഗത്തെയും മനോഹാരിതയുടെ പൂർണ്ണതയിലെത്തിക്കുന്ന അതുല്യമായ ആയുധമാണ് ക്രൂശ്. അതുകൊണ്ട് ആ സ്വർഗവാസികളും പാടുക, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി അറുക്കപ്പെട്ട കുഞ്ഞാടേ, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം. ദണ്ഡിതാ ക്രൂശ്. സ്വർഗത്തെയും ആവേശം കൊള്ളിക്കുന്ന ഉജ്ജ്വലമായ ആ ഉപകരണം കൊണ്ട് ഇരുട്ടിൻ്റെ ശക്തികളെ മുഴുവൻ ഒറ്റയ്ക്ക് പടനയിച്ച് ജയിച്ച അതുല്യനായ വ്യക്തിപ്രഭാവമാണ് ക്രിസ്തുയേശു. അതുകൊണ്ട് ആ രക്തത്തിൻ്റെ ശക്തി ചൈതന്യത്തെ മുഴുവൻ ഉൾക്കൊണ്ടിട്ട് പൗലോസ് പറയാ,
ആ രക്തം കൊണ്ടവൻ നമ്മുടെ പാവക്കറകൾ മായ്ച്ചു. ആ രക്തം കൊണ്ട് നമുക്ക് രോഗശാന്തി നൽകി. ആ രക്തം കൊണ്ട് സാത്താന്റെ ശക്തികളെ തോൽപ്പിച്ചു. അതുകൊണ്ട് യേശുവിന്റെ രക്തം എന്നൊരു പദം അർത്ഥസഹിതമായി പറയുന്നിടത്തൊക്കെ സാത്താന്റെ ശക്തികൾ കവിഞ്ഞു വീഴുന്നത്, തോറ്റു തുന്നം പാടുന്നത്. നമുക്ക് ഉയർത്താൻ ഒരു നാമമുണ്ട്, അത് യേശുവിന്റെ നാമമാണ്. നമുക്ക് ആശ്രയിക്കാൻ ആ ചുടു രക്തമുണ്ട്, അത് യേശുവിന്റെ രക്തമാണ്. ഒരു ശക്തിക്കും തോൽപ്പിക്കാനാവാത്ത ആ ചുടു രക്തത്തിന്റെ പൈതൃകം എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ഓടുന്നതോർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ക്ഷമിക്കണേ, എൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി കഴിഞ്ഞ ദിവസം വന്നു. അതെനിക്കൊരു അഭിമാനം കൊണ്ട് പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട PG വർഗീസങ്കിളാണ്. ഞാൻ പറഞ്ഞു, എന്നെപ്പോലൊരു പാവപ്പെട്ടവനെ കാണാൻ അപ്രതീക്ഷിതമായിട്ട് വന്ന. പക്ഷെ ആ കൂടിക്കാഴ്ചയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്കിൾ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഇന്നേക്ക് 25 വർഷങ്ങൾക്കപ്പുറത്ത് നമുക്കേറെ പ്രിയപ്പെട്ട ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും ദാരുണമായി കത്തിക്കരിച്ച സംഭവത്തിന് 25 കൊല്ലം തികയായിരുന്നു. ഞങ്ങൾ അല്പനേരം പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാനും അദ്ദേഹവും ചേർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ചില കാര്യങ്ങൾക്ക് വേണ്ടി വന്നാണ്. ഞാനന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കുള്ള സകല വഴികളും ഭരണകൂടങ്ങൾ അടയ്ക്കട്ടെ, നമ്മുടെ സുവിശേഷകരെ ഇഞ്ചിഞ്ചായി കൊല്ലട്ടെ, നമുക്കുള്ള സാമ്പത്തിക സ്രോതസ് അടയ്ക്കട്ടെ, ഇതിനാലൊന്നും തോറ്റുപോകാത്ത, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാനാവാത്ത അതുല്യ സന്ദേശത്തിന്റെ കാവൽ ഭടന്മാരാണ് നമ്മൾ. ധീരതയോടിനിയും പടവരുതാൻ നമ്മിൽ ഒരു അംഗത്തിനുള്ള ബാല്യം ശേഷിക്കുന്നെന്ന് വിശ്വാസത്താൽ പറയാ. ഹല്ലേലൂയ. ഞാൻ ഒരു പുകഴ്ച പോലെ കൂടെയല്ല. ആദരണീയ കർത്തൃദാസൻ എബ്രഹാം ജോർജ് മരണത്തിൻ്റെ മുഖത്ത് നിന്ന് തിരിച്ചു വന്ന് വിശ്രമിക്കേണ്ട ഒരാളാണ്. ദൈവം അദ്ദേഹം അർഹിച്ച ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി. ആ സ്ഥാനത്തേക്ക് ഉയർത്തി വെച്ചിരിക്കുന്നതിന് പ്രായമുള്ള മറ്റു ദിവസന്മാരുണ്ടെങ്കിൽ അവരോടും കൂടെ പറയട്ടെ, പ്രായത്തിനും കുനിഞ്ഞു കൊടുക്കരുത് ജീവിതം. ആ ശിരാനരമ്പുകൾ യേശുവിൻ്റെ രക്തമാണ്. ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ യേശുവിനുണ്ട് നിൽക്കാൻ കഴിയത്തക്ക വിധം ഒരു പുനഃസമർപ്പണം, രോഗത്തിന് തളർത്താനാവാത്ത, പ്രായത്തിന് തളർത്താനാവാത്ത, ഓർമ്മക്കുറവിന് തളർത്താനാവാത്ത ഉജ്ജ്വലമായ ദൈവസാന്നിധ്യം അത് ഏറ്റെടുത്ത് ഇന്ന് രാത്രി ദൈവമക്കൾ പോകാവൂ. പിശാച് പറയും, നിനക്ക് പ്രായമായി, നീ ഒന്നും ചെയ്യാൻ വയ്യ, ഇനി കൈയടിച്ച് ആരാധിക്കാൻ വയ്യ, ആത്മാവിൽ സംസാരിക്കാൻ വയ്യ, ആരാധനയ്ക്ക് പോകാൻ വയ്യ എന്നൊക്കെ പറയണം. പിശാചേ, ഇതിനാലൊന്നും നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല. അജയ്യനായവന്റെ അനുഗാമികളാ ഞങ്ങൾ, എവിടെയും തലകുനിക്കാത്തവന്റെ അനുഗാമികളാ ഞങ്ങൾ, ഒന്നിനും തോറ്റുകൊടുക്കാത്തവന്റെ അനുഗാമികളാ ഞങ്ങൾ, ജയം മാത്രം ശീലമാക്കിയവന്റെ അനുഗാമികളാ നമ്മൾ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോഴേ എന്നോടൊരിക്കല് ഞാൻ ഈ IM ബൈബിൾ കോളേജിൽ ഒരു ക്ലാസ് ഉണ്ട്, 10-15 കൊല്ലമായിട്ടുള്ള. ഞാൻ ഡാനിയൽ റെവലേഷനാണ് സ്ഥിരമായിട്ട് എടുക്കുന്നതെങ്കിലും ഒരു പേപ്പർ ചോദിച്ച് അവിടെ മേടിക്കാറുണ്ട്. അത് ക്രൂശിൻ്റെ അർത്ഥതലങ്ങൾ എന്ന് പറഞ്ഞൊരു പഠനം. ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു ചങ്ങാതി ചോദിച്ചു, സാർ, ഈ സ്വർഗത്തിലെത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു, ക്രൂശിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, നമ്മൾ ഈ സ്വർഗത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാര്യമൊക്കെ ശരിയാണെങ്കിൽ ഇത്രയും കിരീടമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അഹങ്കാരികളായി പോകല്ലേ? അവൻ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ അന്ന് മുതൽ ഈ കിരീടം എന്നൊരു സങ്കല്പം അങ്ങ് കളഞ്ഞു. ഞാനൊക്കെയാണെങ്കിൽ പെട്ടെന്ന് അഹങ്കാരിയാകും, അതുകൊണ്ടായി പറഞ്ഞു, താഴ്മ കുറവുള്ള ഒരാളാണ് ഞാൻ. അന്ന് മുതൽ ചിന്തിക്കുന്നൊരു കാര്യമാണ്, കർത്താവേ, ഒരു കിരീടവും വേണ്ട, അവിടെ ഒരു BPL-കാരനായിട്ട് എന്നെ ഒന്ന് പരിഗണിച്ചാൽ മതി. കിരീടം വേണ്ടെന്ന് തീർത്ത് പറഞ്ഞല്ലേ, ഇനി നിങ്ങളെല്ലാം ഓരോ കിരീടം വെക്കുന്ന സ്ഥാനത്ത് പഴയത് വല്ലതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ തരക്കേടില്ലെന്നുള്ളതല്ലാതെ ഇതെല്ലാം ഇങ്ങനെ മേടിച്ച് വെച്ചാൽ നമ്മൾ കുഴപ്പക്കാരാകുമോ? ഒരു സംശയം വന്നു. എന്നാലേ ഞാൻ അടുത്ത ദിവസം അത് പഠിച്ച് ഒരു ഉത്തരം ആ പയ്യനോട് പറഞ്ഞു, ഇല്ല മോനെ, സ്വർഗത്തിൽ ചെന്ന പണ്ട് ലൂസിഫറിന് സംഭവിച്ച പോലെ നമുക്ക് വീണ്ടും ഒരു പാവവും ഒരു റിപ്പീറ്റേഷനും ഒരു ക്രൂശീകരണമൊന്നും ഇനിയും വരാൻ പോകുന്നില്ല, എന്നേക്കുമുള്ള പരമയാഗം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാ, ഈ ദൂതനല്ലേ ഈ പണി കാണിച്ച, നമ്മളും ദൂതതുല്യരാകുമ്പോൾ നമുക്കൊരഹങ്കാരം വരികയല്ലേ, ഒന്ന് നിഷ്പക്ഷമായിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല. കാരണം എന്താണെന്നറിയണ്ടേ? പറയാം. ഈ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ എല്ലാ രൂപവും ഭാവവും എല്ലാം മാറി. വലിയ മാറ്റം നമുക്കുണ്ടെങ്കിലും മാറ്റമില്ലാത്ത ഒരുവൻ അവിടെയുണ്ട്, അത് യേശു കർത്താവാണ്. അവിടുത്തെ ആ തിരുശരീരത്തിലെ മുറിവ് അപ്പോഴും അവിടെ ഉണ്ട്, നിത്യതയിൽ അത് പോകില്ല.
യേശുവിൻ്റെ മുറിവ് നിത്യതയിലുണ്ടെന്ന്. എൻ്റെ ചിന്ത തെറ്റാണോ എന്നറിയാൻ ഞാൻ കാനവച്ചനോട് ചോദിച്ച് സ്ഥിരീകരിച്ചിട്ടായിരുന്നു നിങ്ങളോട് പറയുന്നത് കേട്ടോ, നാളുകൾക്ക് മുന്നേ. തെറ്റിപ്പോലെ അതുകൊണ്ട് മുതിർന്ന വികാസന്മാരോട് ചോദിക്കുന്നൊരു തെറ്റല്ല. നിത്യതയിലും ഈ മുറിവുണ്ടാകും. തെളിവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ സ്വന്തം തോമാച്ചൻ്റെ അടുത്ത്, തോമാശ്രീയുടെ അടുത്ത് പറഞ്ഞെന്താ, കുഞ്ഞെ വന്ന് നോക്കിക്കേ, ഒന്ന് തൊട്ട് നോക്കിയേ, ഈ മുറിപ്പാടി തന്നെ തൊടും, ഞാൻ ഈ മുറിവ് ഒരു കുഴപ്പമില്ല അവിടെ ഉണ്ടെന്ന്. ഈ മുറിവേ ചൂണ്ടിക്കാട്ടി. അപ്പോൾ നിത്യതയിൽ ആ മുറിവുണ്ട്. ഈ മുറിവുണ്ടെന്നോർത്ത് വിഷമിക്കണ്ട. കാരണം ഈ മുറിവ് ഒരു തോൽവിയുടെ ചിഹ്നമല്ല, ഇത് ജയത്തിൻ്റെ ചിഹ്നമാണ്. സംശയണ്ട? പറയാം. ഒരു സൈനികന് മുറിവേൽക്കുന്നത് ഇന്ത്യക്ക് അഭിമാനമാണ്. അറിയാലോ, ഇന്ത്യയുടെ അഭിമാനം. വർഷങ്ങൾക്കപ്പുറത്തൊരു പടയാളി, ഒരു സൈനികൻ, കാർഗിൽ യുദ്ധത്തിൽ ഒരു മലയാളി മരിച്ചു. അജയ് അഹൂജ എന്നായിരുന്നു പേര്. ആ മനുഷ്യന്റെ ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് കൊടുത്തു, കേരളത്തിലേക്ക് കൊടുത്തു വിടുമ്പോൾ അന്ന് ഇന്ത്യ ഭരിച്ചത് ആദരണീയനായ വാജ്പേയിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വാജ്പേയി ഒരു സന്ദേശം കൊടുത്തു, ഹിന്ദിയിലൊരു കവിത. ആ കവിതയിൽ എഴുതി, സഹോദരി, നിന്റെ ഭർത്താവിൻ്റെ ഭൗതിക ശരീരം ഒരു ദേശീയ പതാകയിട്ട് നമ്മൾ പുതപ്പിച്ചിട്ടുണ്ട്. നീ ഈ ശവസംസ്കാരത്തിൻ്റെ തൊട്ടു മുമ്പ് ആ പതാക അല്പം വലിച്ചു മാറ്റി അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്കൊന്ന് നോക്കണം. ആ നെഞ്ചിലൊരു സുഷിരമുണ്ട്. എതിർകക്ഷികൾ, പാകിസ്ഥാനികൾ വെടിവെച്ച ആ വെടിയുണ്ടകൾ പോയിരുന്ന പാടാണ്. സഹോദരി, നിന്റെ ഭർത്താവിൻ്റെ പുറത്തേക്ക് കൂടി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നോക്കണം, അവിടെ ഒരു വെടിയുണ്ടയുടെ പാടില്ല. ഈ മുറിവ് അദ്ദേഹത്തിൻ്റെ പുറത്തായിരുന്നെങ്കിൽ അദ്ദേഹം പിന്തിരിഞ്ഞോടി എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുമായിരുന്നു. മുറിവറ്റ നെഞ്ചിലാണ്. കാരണം ശത്രുവിൻ്റെ തീതുപ്പുന്ന ആ വെടിയുണ്ടകൾ തൊട്ടരികിലേക്ക് വരുമ്പോൾ നിന്നെയും മകനെയുമല്ല ഓർത്തത്, 110 കോടി ഇന്ത്യൻ ജനതയുടെ മുഴുവൻ വേദന സഹിക്കാൻ പ്രാപ്തനായി ധൈര്യത്തോടെ പാഞ്ഞലറി അടുത്തപ്പോൾ വീരചരമം പ്രാപിച്ച, വീരമൃത്യു പ്രാപിച്ചൊരു സൈനികനാണ്. വാജ്പേയിയുടെ കവിതയില്ലേ, എന്ത് രസകരം. ആ സ്ത്രീ അവിടെ കിടന്നുകൊണ്ട് ഭാരതാംബയ്ക്ക് ജയ് വിളിച്ച് ആ ഭൗതിക ശരീരം അടക്കത്തക്ക വിധം ആവേശജനകമായിരുന്നു. അപ്പം സൈനികൻ്റെ മുറിവേ ആവേശജനകമാണ്. അതിന് പകരം പെൻഷൻ മേടിച്ച് വീട്ടിലിരിക്കുക, എന്നിട്ട് കുറേ കഥ പറയുന്ന പട്ടാളക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ? അയ്യോ, ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ഇങ്ങോട്ടൊരു ബോംബ് വന്നു, ഞാനതിങ്ങോട്ട് മേടിച്ച് പിടിച്ച് തിരിച്ചൊരേറുന്നു, ഇങ്ങനെ പറയുന്നവരും കേട്ടിട്ടുണ്ട്. യഥാർത്ഥ സൈനികൻ്റെ ദേഹത്ത് മുറിവുണ്ടാകുന്ന, ആക്ഷൻ നടത്തിയ മുറിവ്. പോലീസിനൊക്കെ കല്ലെറിയുമ്പോഴേ, കല്ലേറ് കൊണ്ട് ഇവിടൊക്കെ മുറിവറ്റാൽ അത് പ്രമോഷനെ പരിഗണിക്കപ്പെടുന്നൊരു കാരണമാണ്. ആക്ഷന് മുമ്പിൽ ഇറങ്ങിത്തിരിച്ച ഡിവൈഎസ്പിയുടെ നേരെ കല്ലെറിയുമ്പോൾ അതൊരു തോൽവിയല്ല. ആ മുറിവേ അധർമ്മത്തിനെതിരെ നടത്തിയ പടപ്പുറപ്പാടിൻ്റെ തെളിവാണെങ്കിൽ ഇന്നുവരെ സിംഹമടയിൽ കടന്നുപോയ ഒരാടും ജീവനോടെ തിരിച്ചു വന്ന ചരിത്രമില്ല. ചെന്നായ്ക്കളുടെ പച്ചത്തേക്ക് ഇരമ്പിക്കയറിയ ഒരാടും തിരിച്ചിറങ്ങി വന്ന ചരിത്രമില്ലെങ്കിൽ ഒരു കുഞ്ഞാടറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ ചുടുരക്തം എനിക്കും നിനക്കും വേണ്ടി ഒഴുക്കിത്തന്നെങ്കിൽ ആ മുറിവ് നമ്മുടെ അഭിമാനമാണ്. ചട്ടങ്ങളാൽ വിരോധമായ കയ്യെഴുത്തിനെ മായ്ച്ച ദിവ്യൌഷധമാണ് ആ മുറിവ്. അതുകൊണ്ട് നിത്യത ചെല്ലുമ്പോഴൊക്കെ ഒരഹങ്കാരം തോന്നിയാൽ അവിടുന്ന് ഈ കരമുയർത്തി, ഈ മുറിവുയർത്തി എന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചാൽ മതി. ആ മുറിവ് വാക്കും ഭാഷണവും കൂടാതെ ഒരു കാര്യം പറയും. നീ ഇവിടെ വരെ വന്നതേ നിന്റെ കഴിവല്ല, ഈ മുറിവാണ് നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ഈ മുറിവാണ്, ഈ മുറിവാണ് എന്നെ ഇവിടെ നിർത്തിയത്. ഈ മുറിവാണ് എൻ്റെ കൃപയുടെ മുഴുവൻ പ്രചോദനം. ഈ മുറിവാണ് എൻ്റെ ശക്തി. ഈ മുറിവാണ് എൻ്റെ സകലതും. ഈ മുറിവൊരു ദൗർബല്യമല്ല. ആ മുറിവിൽ നിൽക്കുന്ന പുണ്യാക രക്തത്തിൽ കരങ്ങൾ പതിച്ചുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറയാ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഈ രക്തത്തിന്റെ ശക്തി ചൈതന്യങ്ങളെ ശേഖരിച്ചാസ്വദിച്ച് ജയകരമായ കൃത്യജീവിതം നയിപ്പാൻ ഈ രാത്രി വചനം കേൾക്കുന്ന ഏവർക്കും അത്യുന്നതൻ അവസരമൊരുക്കട്ടെ. അകത്തും പുറത്തുമിരുന്ന് ഈ വചനം കേൾക്കുന്നവർക്ക് അവിടുത്തെ രക്തത്തിന്റെ ശക്തി പുതിയ പരിശുദ്ധി നൽകട്ടെ. പുതിയ നിയോഗത്തോടെ, പുതിയ കൃപയോടെ 50 ആണ്ടുകൾ പിന്നിടുന്ന ഈ മനോഹര ഘട്ടത്തിൽ നമുക്ക് അവന്റെ സൈന്യത്തിൽ, അവന്റെ പടപ്പുറപ്പാടിൽ കരുത്തരായ